അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ഈ തൈരിനകത്ത് ഈ കടകോലിട്ടിളക്കുന്ന ഒരു പരിപാടിയുണ്ട്. പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പം എല്ലാം കൂടെ പാക്കറ്റിനകത്ത് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനങ്ങനെ ഈ വെറുതെ കടകോല അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ, വേറെ തിരിക്കലൊന്നുമില്ല. ചേച്ചിക്കപ്പാണെങ്കിൽ വേറെ ഒരു ശബ്ദവും കേൾക്കാൻ മേലെ പഠിക്കുന്നത് പറയും, എൻ്റെ അമ്മൂമ്മയൊന്നും മിണ്ടാതിരിക്കുക. അപ്പം അമ്മ പറയുന്നൊരു വാക്ക് പണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചോ, ചുമ്മാ അമ്മാമ്മയ്ക്ക് തലയ്ക്ക് വട്ടായിട്ട് തിരിക്കുന്നൊന്നുമല്ല. ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളവും ഉണ്ട്. ഞാനീ തിരിച്ചു നേരം വെളുക്കുമ്പോഴേക്കും മക്കൾ നോക്കിയ നാല് വഴിക്ക് തിരിഞ്ഞിരിക്കും. ഇതിൻ്റെ ആത്മീക അർത്ഥത്തിലേക്ക് വരാം. 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോലിട്ട് ദൈവം തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കുന്നത് ചുമ്മാ ഇളക്കുന്നല്ല, പലതോടെ വേർതിരിയപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇരുളും വെളിച്ചവും നന്മയും തിന്മയും സ്വർഗവും നരകവും കുന്നും കുഴിയും എല്ലാം അവിടെ വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവാലയവും വിഗ്രഹവും ചെന്നായ്ക്കളും കുഞ്ഞാടുകളും വിശുദ്ധന്മാരും അശുദ്ധന്മാരുമൊക്കെ ഇവിടെ വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് എന്തോ വരുമെന്നറിയാമോ? ചുമ്മാ ഇങ്ങനെ കടയുന്ന പോലെ കടയുന്നല്ല, സകല ജാതികളുടെയും മനോഹര വസ്തു ഇവിടെ വരികയും ചെയ്യും. ഏതാ സകല ജാതികളുടെയും മനോഹര വസ്തു എന്നറിയുന്നത്? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സുവിശേഷ മഹായോഗത്തിന്റെ അവസാന രാത്രിയിൽ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ എഴുമറ്റൂരിൽ ഞങ്ങൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പറയുന്നു, സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷ, ഒരു രക്ഷിതാവ് ഒറ്റ ഒരുവൻ മാത്രമേ ഉള്ളൂ. എഴുത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ടാല ശക ദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും ലക്ഷപ്രഭുവിനും കോടീശ്വരനും ഒരു ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഹർത്താൽ കറുത്തവനും വെളുത്തവനും മുതലാളിക്കും തൊഴിലാളിക്കും വിദ്യാസമ്പന്നനും വിദ്യാവഹീനനും സ്ഥല കുല വ്യത്യാസമില്ലാതെ അടിമ യജമാനൻ വ്യത്യാസമില്ലാതെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ നാമമാണത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ജനിച്ചപ്പോൾ സുവിശേഷീകരിച്ചത്. അപ്പോസ്തലന്മാർ ശക്തമായി പറഞ്ഞത്, മറ്റൊരുവനിലും മറ്റൊരിടത്തും മറ്റൊരുത്തിയിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി ദൈവം വേറെ നാമം നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ് ഈ ഇളക്കങ്ങളിലൂടെ നടക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഇളക്കങ്ങളിൽ ആകാശത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ അന്ന് പറഞ്ഞതാണ്. എത്ര പേര് അവിടെ വന്നെന്നറിയത്തില്ല. എന്തായിരുന്നാലും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി 1-2 കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് കാണുമല്ലോ. സ്വന്തം പള്ളിമുറ്റത്ത് യോഗം വെച്ചാലും വരാത്തവരുണ്ടെങ്കിലും ദൂരെയൊക്കെ പോകുന്നവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ആകാശം വിട്ട് അന്ന് ഞാൻ വായിച്ചു നിർത്തിയ വേദഭാഗം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചോട്ടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മോളവിടെ വായിക്കാൻ തയ്യാറായി നിൽക്കുക. വായിച്ചോ. നിങ്ങൾ തമ്മിലൊരു മത്സരം വേണ്ട. വായിച്ചോ. ആ മൈക്കൊന്ന് ഓണാക്കി കൊടുക്ക്. അത് ഓണാക്കി കൊടുക്ക്. ആ ശരിയാ വായിച്ചത്. വായിക്ക്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഒന്നുകൂടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അല്ല, അത് ഒന്നുകൂടെ അതിന്റെ ബാക്കിയോട് വായിക്കാനാണ്. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. 2, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 2, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോയി. 3, അത്തിക്കായകൾ പഴുത്തിട്ട് അത്തിവൃക്ഷത്തിൽ നിന്ന് അതിന്റെ കായ്ഫലങ്ങൾ താഴെ വീഴുന്ന പോലെ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴെ വീണു. അതിൽ എഴുമറ്റൂര് ഞാൻ പറഞ്ഞു നിർത്തിയത്, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും,
നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്ന് വീഴും. നക്ഷത്രങ്ങളല്ല, ഉൽക്കകൾ, അതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. അതൊക്കെ പറഞ്ഞാണ്. ഇത് നമുക്ക് ആകാശ ലക്ഷണങ്ങൾ വിട്ടിട്ട് നേരെ ഭൂമിയിലേക്ക് വരാം. ഭൂമിയിൽ ചവിട്ടി നിന്നിട്ട് വേണമല്ലോ അഭ്യാസമെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ഭൂമിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പരിചയമുള്ളതല്ലേ. നമുക്ക് അവിടെയുള്ള കാര്യം പരിചയമാണ്, നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. അവിടെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ വരാം. ഈ ഇടയ്ക്ക് നമ്മൾ ഓഫറിംഗ് എടുക്കുന്നതാണ്. ഓഫറിംഗ് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ തുടരും. സമാപന ദിവസമാണല്ലോ, സമയം കൃത്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നുകൂടി അത് ഓർപ്പിക്കാം. അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. ഇപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുവാ? ഭൂകമ്പത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചോളൂ. ഈ ഭൂകമ്പം ഇപ്പം എല്ലാവർക്കും പരിചയമായി തുടങ്ങി ഇല്ലേ? ഭൂകമ്പം. ഈ ഭൂമിക്ക് കമ്പനം ഉണ്ടാകുന്നു, അതിൻ്റെ പേരാണ് എന്തോന്ന്? ഭൂകമ്പം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം പറയാൻ എനിക്ക് അറിയത്തുമില്ല, അതാണ് കാര്യം. ഞാനൊരു സാധാരണക്കാരനാണ്. 25 വർഷം പാസ്റ്ററായിരുന്നു 10 സഭകളിൽ. അപ്പോൾ എൻ്റെ സഭയിലുള്ള ആളുകൾ ചോദിക്കും, പാസ്റ്ററെ സൂര്യൻ എങ്ങനെയാ കറക്കുന്നേ, ഭൂകമ്പം എങ്ങനെ ഉണ്ടാകും ചോദിക്കുമ്പം ഇപ്പം 72 രൂപ നിങ്ങൾ സമയം ചോദിച്ചാൽ ഞാൻ പറയും അരാമ്യ പദം നോക്കട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി പോകാം. പക്ഷെ സ്വന്തം സഭയിൽ അരാമ്യ പദം നോക്കിയാലും വേണ്ടില്ല, നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ പറയണ്ടായോ? അങ്ങനെ പല കാര്യങ്ങളും കാണാതെ പഠിച്ചപ്പോൾ ആ പഠിച്ചതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് പറയാൻ തുടങ്ങിയപ്പം എനിക്കും വളരെ അനുഗ്രഹമായി. അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ലളിതമാക്കി എങ്ങനെ കാര്യങ്ങൾ പറയാം, ആ രീതിയിലൂടെ ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ സഹകരിക്കുമല്ലോ. അപ്പോൾ ഭൂമി എവിടാ നിൽക്കുന്നതെന്ന് തുടങ്ങി നമുക്കിങ്ങോട്ട് വരാം. എവിടാ ഭൂമി നിൽക്കുന്നത്? ഭൂമി നിൽക്കുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ പല ഐതിഹ്യങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. ഒത്തിരി സംസ്കാരങ്ങളും ആശയങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വാദപ്രതിവാദങ്ങളൊക്കെ നമുക്കുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ മനസ്സിലാക്കിയിട്ടുള്ള കേട്ടിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമി നിൽക്കുന്നത് 7 തൂണിൻ്റെ പുറത്താണെന്നാണ് ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. 7 തൂണിൻ്റെ പുറത്താണ്. നമ്മുടെ ആളുകളും ചിലവ് പറയാറുണ്ട്, ജ്ഞാനമായവൾ വീട് പണിതു അതിന് 7 തൂണ് തീർത്തു എന്നൊക്കെ കണക്ട് ചെയ്ത് പറയാറുണ്ട്. അത് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 7 തൂണിൽ നിന്നാണ് ഭൂമി നിൽക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ആളുകൾ ചോദിക്കും, യുക്തിവാദികൾക്ക് ചോദിക്കാമല്ലോ, ഈ തൂണ് എവിടാ നിൽക്കുന്നേ? അതറിയണമല്ലോ. ഇനി ഈ തൂണ്, ഇത്രയും വലിയ ഭീമാകാരമായ ഭൂമിയെ താങ്ങി നിർത്താനായിട്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ തൂണ് പണിതിരിക്കുന്നത്? ACC ആണോ, ചെട്ടിനാടാണോ, രാംകോ ആണോ, അൾട്രാടെക് ആണോ, സുവാരിയാണോ? ഇനി അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് രാംകോയോ അംബുജയോ എന്തെങ്കിലും ആകട്ടെ, എല്ലാ സിമെന്റും കൂടെ ചേർത്ത് വെച്ച് പണിതാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിക്കരുത്. ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി വേറെ ചില ആളുകൾ പറയുന്നത്, ഈ ഭൂമി നിൽക്കുന്ന ഐരാവതം എന്ന് പറയുന്ന ഒരു ആനയുടെ മസ്തിഷ്കത്തിന്റെ മുകളിലാണ്. അതായത് ഈ ആനയുടെ മസ്തിഷ്കത്തിന്റെ മുകളിലാണ് ഈ ഭൂമി ഇരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആനയ്ക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ തലവേദന എടുക്കുമായിരിക്കും. എന്തായിരുന്നാലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആനങ്ങനെ എപ്പോഴൊക്കെ ചെവി കാട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ ഈ ഭൂമിക്ക് ചെറിയ ചലനമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി വേറെ ചില ആളുകൾ പറയുന്നത് അനന്തൻ എന്നും പറഞ്ഞൊരു സർപ്പം ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തലയിലാണ് ഈ ഭൂമി ഇരിക്കുന്നത്. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആനയുടെ മസ്തിഷ്കത്തിന് നടുക്കൊരു കുഴിയെങ്കിലും ഉണ്ട്. പക്ഷേ പാമ്പിൻ്റെ മസ്തിഷ്കത്തിൻ്റെ തലയുടെ മുകളിൽ, മസ്തിഷ്കം എന്ന് പറഞ്ഞ ശരിയല്ല, തലയുടെ മുകളിൽ കുഴിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും അടുത്ത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിനിപ്പം നമ്മൾ വേറെ വാവാസുരക്ഷണമൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അതിൻ്റെ മേളിലാണ് ഈ ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ ഈ അനന്തൻ എന്തോ ചെയ്യും? കുറേ നേരം കഴിയുമ്പോൾ അതിങ്ങനെ ഇട്ട് പിടിക്കുമെന്നാണ് അമ്മമാർ പറഞ്ഞു കേട്ടുള്ളത്. മേളിലോട്ട് ഇട്ടേച്ച് നമ്മൾ അമ്പഴങ്ങയൊക്കെ പണ്ടിട്ട് കളിക്കുന്ന പോലെ ഇട്ട് പിടിക്കുമ്പോഴാണ് ഭൂമിക്ക് കമ്പനം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മൂമാർ പറഞ്ഞ കഥകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. പക്ഷേ വേദപുസ്തകം ഒരു അമ്മൂമ്മ കഥയല്ല. ഇതൊരു കുഞ്ചുകുറുപ്പോ അല്ലെങ്കിൽ പൊന്നമ്മ സൂപ്രണ്ടോ കുട്ടികൾക്ക് ചിരിക്കാനും പഠിക്കാനുള്ള കഥാപുസ്തകം ഒന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, 300 പേജ് പിന്നിടുമ്പോൾ, 312 പേജിൽ 300 പേജ് പിന്നിടുമ്പോൾ 300-ലധികം പ്രാവശ്യമാണ് ഡാർവിന്റെ സിദ്ധാന്തത്തിൽ ഊഹിച്ചിട്ടുള്ളത്, അനുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 300-312 പേജ് പിന്നിടുമ്പോൾ 300-ലധികം പ്രാവശ്യം അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊക്കെ ആ സിദ്ധാന്തം പറയുമ്പോൾ വേദപുസ്തകം എനിക്ക് തലയിൽ ചുമക്കാൻ തോന്നുന്നുണ്ട്. എന്താ കാര്യം? വേദപുസ്തകം 300 അധ്യായമല്ല,
1100 പരം അധ്യായങ്ങൾ പിന്നിട്ടിട്ടും ബൈബിളിന്റെ ദൈവവിശ്വാസ്യത കണ്ടോ നിങ്ങൾ? ഉൽപ്പത്തി ആരംഭിക്കുന്ന വാക്യം കണ്ടോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകത്തിലുള്ള 800 കോടി ആളുകളെ 4 ഭാഗത്തേക്ക് തിരിച്ചാൽ അവരൊക്കെ ചോദ്യം ചോദിക്കും. ഒരു ചോദ്യം ചോദിക്കും, ഒന്നാമത്തെ വിഭാഗം കിഴക്ക് നിന്ന് എന്നാണാവോ? ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട്, ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ആണ്. രണ്ടാമത്തെ ഭാഗത്തിൽ ചോദിക്കും, ആരാണാവോ? ഉത്തരം ദൈവമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണാവോ? ഉത്തരം ആകാശവും ഭൂമിയുമാണ്. നാലാമത്തെ ചോദ്യം എങ്ങനെയാണാവോ? ബാം തിയറി അല്ല, പൊട്ടിത്തെറിച്ചതല്ല, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. ലോകത്തിന്റെ 4 കോണിൽ നിന്ന് ഉയർന്നു വരുന്ന 4000കണക്കിന് ചോദ്യങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ കൂടെ വായടപ്പിച്ച് മറുപടി നൽകുന്ന ഈ ദൈവവിശ്വാസീയ ഗ്രന്ഥത്തിന്റെ അത്യുജ്വലമായ തുടക്കത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1100 അധ്യായങ്ങൾ പിന്നിട്ട് വേദപുസ്തകം അവസാനിക്കുമ്പോൾ പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാമോ? ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിൽ ഊഹങ്ങളില്ല, ഇതിൽ ആശയങ്ങൾ സംവാദങ്ങളില്ല, ഇതിൽ അനുമാനിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒറ്റ പുസ്തകമേ ലോകത്തിലുള്ളൂ. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ പറയട്ടെ, അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ദൈവവിശ്വാസീയതയ്ക്കെതിരെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾ തന്റെ ഇടത്തോടെ ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ ഒറ്റ ഉപദേശവും ഞങ്ങൾ മാറ്റത്തില്ല. പെന്തക്കോസുകാരെ പണ്ടൊന്നും ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ ആളുകളെ പെന്തക്കോസ് തന്നെ കണ്ടിട്ടില്ല, വെള്ളം കോരിപ്പിച്ചിട്ടില്ല, ശവത്തെ വെച്ച് വിലപേശിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, അന്നും ഇന്നും ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും അന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല, ഇന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. കുഴിച്ചിടാനൊക്കെ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞാലും അന്നും അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ പറയട്ടെ, ഞങ്ങൾ അന്ന് പറഞ്ഞ ഉപദേശമായി ഇന്നും പറയുന്നത്. രക്ഷ മാറ്റിയിട്ടില്ല, സ്നാനം മാറ്റിയിട്ടില്ല, അഭിഷേകം മാറ്റിയിട്ടില്ല, അന്യഭാഷ മാറ്റിയിട്ടില്ല. നിത്യതയും സ്വർഗവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും സഭയും വെളിപ്പാടും ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ തലയ്ക്ക് ഓളമാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാ നിറവിൽ അന്യഭാഷ പറഞ്ഞപ്പം അന്യഭാഷയല്ല അന്യായ ഭാഷയാണെന്ന് പറഞ്ഞ കോട്ടയം അരമനയിൽ പ്രാവിന്റെ രൂപം തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് പെന്തക്കോസുകാരെ അപമാനിച്ച ഇവിടുത്തെ സഭകളുണ്ട്, ക്രൈസ്തവ സഭകൾ പോലും ഉണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടയം മുരിങ്കൂരും പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ഒരാഴ്ച കാശ് കെട്ടിവെച്ച് ആദ്യം പറയുന്നതും പഠിപ്പിക്കുന്നതും അന്യഭാഷയാണ്. ഇന്ന് അതൊക്കെ അവര് പരിശീലനമായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കൂടെ നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ നമ്മുടെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ, പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ പ്രസക്തി. ഈ ഉപദേശിയന്റെ വീട് കയറണ്ട എന്ന് പറഞ്ഞാൽ ആ ഉപദേശിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും. ഈ വേദപുസ്തകത്തിന്റെ പേജുകൾ വലിച്ചു കീറി നീ കപ്പലടിയും കടലയും പൊതിയാൻ കൊടുത്താൽ നിന്റെ കീറിപ്പറഞ്ഞ നെഞ്ചത്തി പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു കാലം വരും. അധരങ്ങൾ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതേ അധരങ്ങൾ കൊണ്ട് ആലിംഗനം ചെയ്യുന്ന അമർത്തി അമർത്തി വേദപുസ്തകം ചുംബിക്കുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും. കൈകൾ കൊണ്ട് ആട്ടിപ്പായിച്ചാൽ, കാലുകൾ കൊണ്ട് ചവിട്ടി പുറത്താക്കിയാൽ ഇതിനെ നീ സ്വീകരിക്കുന്ന ഒരു കാലം വരുമെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി പറയണം, യേശുക്രിസ്തു അതുല്യനാണ്, വേദപുസ്തകം നിസ്തുല്യമാണ്, ഇതിന് പകരം വെക്കാൻ മറ്റൊരു ഗ്രന്ഥം ലോകത്തിലില്ല. അപ്പൊ ഭൂമി എവിടാ നിൽക്കുന്നത്? അങ്ങനെ പറയുന്ന ഐതിഹ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വേദത്തിലേക്ക് വരാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലൊക്കെ ഒന്നും വായിക്കേണ്ട, സമയത്തിന്റെ പരിമിതിയുണ്ട്, വിഷയത്തിന്റെ വിസ്തൃതിയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം കടന്നു പോവുകയാണ്. അവിടെ ഈ ഭൂമി നിൽക്കുന്നത്, ബൈബിൾ പറയുന്ന ഭൂമി നിൽക്കുന്നത് 7 തൂണിന്റെ പുറത്തല്ല, ഐരാവതത്തിന്റെ തലയിലുമല്ല, അനന്തന്റെ തലയിലുമല്ല നിൽക്കുന്നത്. അവൻ എർത്തലി ഗ്രാവിറ്റേഷൻ തിയറി, ഭൂമിയെ അവൻ നാസ്തിത്വത്തിന് മേൽ തൂക്കി നിർത്തിയിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ടുപിടിച്ചയാൾ അറിയാമല്ലോ അല്ലേ? നടന്നു പോകുന്നു, ഒരാപ്പിള് മുമ്പിലേക്ക് വരുന്നു, എന്തുകൊണ്ട് ഞെട്ടറ്റപ്പോൾ താഴേക്ക് വീണു. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എർത്തലി ഗ്രാവിറ്റേഷൻ തിയറി കണ്ടുപിടിച്ചത്. നമ്മൾ ഇതിനോടകം 10 കോട്ട് ആപ്പിൾ തിന്നിട്ടുണ്ടെങ്കിലും എവിടാ ഉണ്ടാവുന്നതിലും നമുക്കറിയത്തില്ല.
നല്ലത് ചിന്തിച്ചാൽ മേളിലോട്ട് പോകാം, മോശമാണേലും ചിന്തിക്ക് കുത്തിയിരുന്ന നരകത്തിലേക്കെങ്കിലും അന്തസ്സായിട്ട് പോകാമല്ലോ. നല്ലത് അങ്ങോട്ട് ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ട് ആ ചിന്തകൾ അങ്ങോട്ട് വളരട്ടെന്ന്. അപ്പൊ ഇത് കൃത്യമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. യഹോവയായ ദൈവം തമ്പുരാൻ ഇതിനെ നാസ്തിത്വത്തിന്മേൽ തൂക്കി നിർത്തിയിരിക്കുന്നു. എന്ത് അത്ഭുതമാ പ്രിയപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ഈ ഭൂമിയോട് ചോദിക്കാം, എങ്ങടാണ് എഴുമറ്റൂരിലെ ഭൂമി ചെരിഞ്ഞിരിക്കുന്നത്? ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുക. ഭൂമി പറയും, ഞാൻ നേരെ വടക്കോട്ടാ ചെരിഞ്ഞിരിക്കുന്നേ. വടക്കെന്നാന്ന് വല്ലതും ഞാൻ അന്ന് പറഞ്ഞേർന്നു, ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. എന്തിനാ ഭൂമി വടക്കോട്ട് ചെരിഞ്ഞിരിക്കുന്നത്? ഏതാ വടക്കെന്ന് പറയുന്നത്? ഞാനോട് ചോദിക്കും, പാസ്റ്ററിന്റെ വീട് അവിടെ അങ്കമാലി. ഓ, വടക്കാണല്ലേ. ഇവർ വിചാരിച്ചിരിക്കുന്ന വടക്ക് അങ്കമാലിയാണെന്ന്. ഞങ്ങളുടെ വടക്ക് എന്നറിയാമോ? മലബാറാണ്. മലബാറിന്റെ വടക്ക് കണ്ണൂരാണ്. അവരുടെ വടക്ക് കാസർഗോഡാണ്. അവരുടെ വടക്ക് മംഗലാപുരമാണ്. അവരുടെ വടക്ക് നോർത്ത് ഇന്ത്യയാണ്. സത്യം പറ, എഴുമറ്റൂർക്കാര് വടക്കെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടാ? ഇതറിയട്ടെ ആദ്യം. വടക്കെന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം നമ്മൾ പറയും, ഇതേത് സ്ഥലമാണ്? ഇപ്പൊ ഇവിടെ ഏതാ കിഴക്ക്? നമ്മൾ അതാണ് കിഴക്കെന്ന് പറയുമായിരിക്കും. ഏത് കിഴക്ക്? അവിടെ ചെന്ന് നോക്കുമ്പം അത് കിഴക്കല്ല, അതിന് കിഴക്ക് വേറെ സ്ഥലമുണ്ട്. ഇത് നേരെ പടിഞ്ഞാറായിട്ട് വരത്തില്ലയോ? ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും പറയാമെന്നല്ലാതെ അങ്ങനെ സ്ഥലമുണ്ടോ? ഈ ഭൂമി ഉരുണ്ടതല്ലേ? അതുകൊണ്ടല്ലേ പഴമക്കാര് പഴഞ്ചൊല്ല് പറയും, ഏറെ തെക്കോട്ട് പോകരുത്. ബാക്കി പറ, പഴമക്കാര് പറ, ഏറെ തെക്കോട്ട് പോകരുത്, വടക്ക് വശത്തെത്തും. ശരിയല്ലേ? എന്താ കാര്യം? ഏറെ തെക്കോട്ട് പോയാൽ ഉരുണ്ട് 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 വട്ടം കറങ്ങി എവിടെ വരും? വടക്ക് വശത്തെത്തും. വല്ലതും മനസ്സിലായോ? ഉത്തര ധ്രുവം. അതിനായി വടക്ക് വശം എന്ന് പറയുന്നത്. നാരായണപിള്ള സാറ് പണ്ട് ബോർഡൊക്കെ തൂക്കിയിട്ട് ഭൂപടത്തിന്റെ പടം വെച്ചും ചൂരവടി കൊണ്ട് കാണിക്കും, മുകളിൽ അതാണ് ഉത്തര ധ്രുവം. നക്ഷത്രങ്ങൾ ഇല്ലാത്ത, മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, ഒരു നക്ഷത്ര കുഞ്ഞു പോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ടെന്നേ. അതിന്റെ പേരാണ് വടക്ക്. അതിന്റെ പേരാണ് നോർത്തേ നെബൂള. കണ്ടുപിടിച്ച കാലഘട്ടമാണ് ഈ കണ്ടുപിടിച്ച പേരാണ് ഈ പറയുന്നത്. അപ്പോ ഭൂമിയോട് എഴുമറ്റൂരെ, നീ എങ്ങോട്ടാ ചെരിഞ്ഞിരിക്കുന്നേ? വടക്കോട്ട് ചെരിഞ്ഞിരിക്കുകയാണ്. എന്താണാവോ നീ വടക്കോട്ട് ചെരിയാണ്? കാരണം ഉത്തരം, ആദിയിൽ ദൈവം ആകാശവും എന്നെയും സൃഷ്ടിച്ചു. എന്റെ സൃഷ്ടിതാവ് വടക്ക് വശത്തായി ഇരിക്കുന്നേ. കിഴക്കോട്ട് തിരിയുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. എന്റെ സൃഷ്ടിതാവ് വടക്ക് വശത്തായി ഇരിക്കുന്നേ. വടക്കിന് ഉത്തര ധ്രുവം മുകളിൽ, അങ്ങോട്ടാ തിരിയേണ്ടത്. ചില ആളുകൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നേരെ കിഴക്കോട്ട് വെച്ച് പിടിക്കും. ആരാ അവിടെ നിന്ന് ആർക്കറിയാം? ചിലക്ക് വരെ കിഴക്കും അറിയാൻ മേല, പടിഞ്ഞാറും അറിയാൻ മേലാത്തതുകൊണ്ട് വൈപ്പിൽ ലൈറ്റ് ഹൗസ് തിരിയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥന തീരുമ്പോഴേക്കും അതങ്ങ് നിൽക്കുകയും ചെയ്യും. എന്തെങ്കിലും ആകട്ടെ, തിരിയാണെങ്കിൽ നേരെ വടക്കോട്ട് ഉത്തര ധ്രുവത്തിലേക്ക് തിരിയുക. ഭൂമി പറയുന്നു, ഞാൻ അങ്ങോട്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ കുമ്പിട്ട് നമസ്കരിക്കുകയാണെന്ന്. ഭൂമിശാസ്ത്രം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അല്പം ചെരിവ് കൂടിയിരുന്നെങ്കിൽ ഇത് തണുത്തുറഞ്ഞു കിടക്കുന്ന ചൊവ്വാഗ്രഹം പോലെ ആയേനെ. ഇത്രയും ചെരിഞ്ഞില്ലായിരുന്നുവെങ്കിലോ തിളച്ചു മറിയുന്ന ശുക്രനെ പോലെ ആയേനെ. അതിന്റെ അർത്ഥം വല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഈ മണ്ണ് കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയത്. അപ്പൊ മണ്ണ് ചെരിഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? തണുത്ത് ഉറയാനും പാടില്ല, തിളച്ച് മറിയാനും പാടില്ല. അർത്ഥം വല്ല മനസ്സിലായോ? നമ്മളോടായി പറയുന്നത്, കണ്ടമാനം തിളച്ച് മറിയരുത്. ഇനി ഇതേ നേരം ഇങ്ങനെ അനങ്ങാതെ തണുത്ത് ഉറഞ്ഞ് ഇരിക്കുകയും ചെയ്യരുതെന്നായി പറയുന്നത്. 1-ാം സംഗീതത്തിലെ 1-ാമത്തെ വാക്യം, നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ എന്തോ ചെയ്യണം? ഓടണം. മൈക്കൽ ജോക്സൺ ഓടുന്ന പോലെയല്ല, 100 മീറ്റർ ഹർഡിൽസിൽ ഓട്ടല്ല, 24 മൈൽ ഓടുന്ന മാരത്തൺ ഓട്ടം കണക്കെ ഓടണം. പതിയെ ഓടാവൂ. ജീവിതത്തിന്റെ വാർദ്ധക്യം വരുമ്പോഴാണ് സ്പീഡിൽ ഓടേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേർ ബൈക്ക് ഓടിക്കുന്ന പോലെ എങ്ങനെ 220 മുട്ടിക്കാം എന്നാണ് അവന്റെ ചിന്ത. ഇവിടെ മുട്ടുകയും ചെയ്യും, സർവേക്കല്ലേ മുട്ടുകയും ചെയ്യും. ആ ജീവിതം അതോടെ അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ഓടേണ്ടത്. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്ത് ഓടണം. ദാവീദും ശലോമോൻ എന്താ പറഞ്ഞത്? കുതിരയെപ്പോലെ ആകരുത്, കോവർ കഴുതയെപ്പോലെ ആകരുത്. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സമ്പത്തും എനിക്ക് വേണ്ട. യോശുവ പറയാണ്, വലത്തോട്ട് മാറരുത്, ഇടത്തോട്ടും മാറരുത്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ലൈഫാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് ചില ആളുകളുടെ ആത്മീകം പോലും അതിര് കിടക്കുമ്പം പേടി തോന്നാറുണ്ട്, ഇതൊക്കെ നിലനിൽക്കുമോ എന്ന്. അണ്ട് പണ്ടൊരു സഭയെ ഞാൻ ചെന്നപ്പം അവിടുത്തെ ആള് ഒരു സഹോദരൻ വന്നിട്ടില്ല. പുള്ളി ഒരു 1/4 മണിക്കൂർ വൈകിയാ വന്നത്. പുള്ളി വൈകി വന്ന ഉടനെ ഞാൻ എന്നാ പറഞ്ഞാലും സ്വത്രം, ഇങ്ങനെ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക.
ഒരു ഉറക്കം മാറിക്കോട്ടെ എന്ന് ഇത് പറഞ്ഞ കേട്ടോ. അപ്പൊ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെട്ടിപ്പൊട്ടുന്ന പോലെ സ്തോത്രം പറയുക. ഇപ്പൊ ഞാൻ അവിടുത്തെ പാസ്റ്റോട് പറഞ്ഞു, ഇപ്പോഴാ സഭയ്ക്ക് ഒരു അനക്കം വന്ന് ഒരു ആത്മീകൻ വന്നത്. പുള്ളിക്കാരൻ ഊറി ഊറി ചിരിക്കുക. എന്നാ ചിരിക്കുന്നത്? എന്റെ പാസ്റ്റർ 4 ആഴ്ച കഴിഞ്ഞ് വന്നേക്കണ സാധനമാണത്, ഇനി 4 ആഴ്ച കഴിഞ്ഞ് വരുള്ളൂ. അപ്പൊ 4 8 ആഴ്ചയിലെ സ്തോത്രം ഒരുമിച്ച് പറയുന്ന രംഗമാണ് ആ കാണുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ ഈ ഓവറായിട്ട് പല കാര്യങ്ങളും ആത്മീയനെന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ല, അതൊക്കെ ഒരു നാടകത്തിന്റെ അഭിനയത്തിന്റെ ഭാഗമാണെന്ന് ഈ പറഞ്ഞു വന്നത്. എന്റെ പണ്ടൊരു സഭയിൽ ചെല്ലുമ്പോൾ ഒരു 12 ഒരാള് മുട്ടേലെഴിഞ്ഞ് ഉൾപ്പിറ്റിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ പ്രവാഹം കയറി മൂത്തപ്പം ഉരുള് പൊട്ടി കടപൊഴിക മരം വരുന്ന പോലെ ആത്മാവിൽ ഉരുണ്ടു വരുന്ന അല്ല. പാസ്റ്റർക്ക് 100 രൂപ കൊടുത്തച്ഛൻ കല്യാണത്തിന് പോവാണ്ടെന്ന് പറയാൻ വരുന്ന വരവാണ്. അതൊന്ന് പിന്നീടാ മനസ്സിലായത്. എന്തെല്ലാം നമ്പറുകൾ നമ്മൾ കാണണം പ്രിയപ്പെട്ടവര്. ഭൂമി പറയാണ് കൃത്യമായിട്ട് ചരിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഭൂമി ദൈവത്തെ ആരാധിക്കുകയാണെന്ന്. എഴുമറ്റൂര് ദേശനിവാസികളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഈ നിങ്ങൾ ചവിട്ട് നിൽക്കുന്ന ഭൂമിക്ക് പോലും അറിയാം വടക്കുന്നാഥൻ അവിടെ ഇരിക്കുന്നെന്ന്. അവന് മാത്രമേ അവര് കുമ്പിടത്തുള്ളെന്ന്. നിങ്ങൾക്കറിയാമോ ആരെ കുമ്പിടണമെന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തോത്രവല്ലിയിലേക്ക് പറയിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്കൊക്കെ മാറിയിട്ടുണ്ടല്ലേ. വർഷിപ്പ് ലീഡേഴ്സൊക്കെ വന്ന് അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, ചിരിച്ചോണ്ട് പറ, ദൈവം ഇന്ന് തന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് അത് പറയാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക. മൊത്തത്തിൽ ഒരു LKG UKG സ്റ്റൈലാണ്. ഇപ്പം അംഗൻവാടി പോലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കണം, ഈ പണ്ട് കാലത്ത് ഒരു ഗോലിയൊക്കെയുള്ള സോഡ ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ടയിലേക്ക് വെച്ച് ടിഷ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? അത് കുടിച്ചേച്ച് ആരെങ്കിലും പറയാറുണ്ടോ? കൊമളെ പൊങ്ങിവ, കൊമളെ പൊങ്ങിവ. പറയാറില്ല. കാരണം കുടിച്ചത് ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ അത് പൊങ്ങി വന്നിരിക്കും ഏതിലെങ്കിലൊക്കെ കൂടെ. അതുകൊണ്ട് ഉറപ്പിച്ചൊരു കാര്യം പറയാം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖന എഴുത്തുകൾ പോലാകുന്നു. ഹൃദയത്തിനകത്ത് സത്യവചനം തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനവും ക്രിസ്തുവും പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വചനം കേൾക്കുമ്പോൾ റോഡ് സൈഡിലാണെങ്കിലും ആരും പ്രേരണ നൽകാതെ തന്നെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന്. കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. ഈ ആരാധന ഞങ്ങൾക്ക് നല്ല വശമുണ്ടെന്നേ ജില്ലാ കളക്ടർ അടക്കം മന്ത്രിമാരടക്കമൊക്കെ സമൂഹത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ. പള്ളി പോകുന്ന സമയത്തൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന, മെഴുകുതിരി കത്തിക്കുന്ന, പേരും ഊരും അറിയില്ലാത്ത ഇഷ്ടംപോലെ ദേവന്മാരുടെയും ദൈവങ്ങളുടെ മുമ്പിലൊക്കെ നിന്നുകൊണ്ട് കൈകൂപ്പി നമസ്കരിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ ചട്ടയും മുണ്ടുമുടുത്ത പെന്തക്കോസിലെ അമ്മച്ചിയാന്ന് പറഞ്ഞാലും, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാലും, ഒറ്റ വഴിയിൽ ദൈവത്തിന് മുമ്പ് ഞങ്ങൾ കുമ്പിടില്ല. ഞങ്ങൾ കുമ്പിടുന്നത് ആ മലയിലും ഈ മലയിലും അല്ലെന്ന് സത്യ നമസ്കാരികൾ ആരാധിക്കുന്ന പോലെ ശരിയായ ദൈവത്തിന് മുമ്പിൽ മാത്രം കുമ്പിടാൻ കൃപ ലഭിച്ച ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സകല ഭൂസിമാവാസികളും ഉള്ളായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്നങ്ങനെ പറയാൻ കാര്യമെന്നറിയാമോ? ഈ ഭൂമിയെ 3ആയിട്ടാ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്രസ്റ്റ്. ഇയ്യോബിന്റെ പുസ്തകം എടുത്തു വെക്ക, 28:5 എടുത്തു വെക്ക്. ഇയ്യോബ് 28:5 ഞാൻ പറഞ്ഞൊക്കെ ഉണ്ടോന്ന് അറിയണമല്ലോ. ഒന്നാമത് തിരിച്ച് ഭൂമിയെ 3ആയിട്ടാ തിരിച്ച്. ഒന്ന് ക്രസ്റ്റ്, 35 കിലോമീറ്റർ ദൂരമാണ് ക്രസ്റ്റ്. രണ്ടാമത്തെ ഭാഗം മാൻഡിൽ എന്ന് പറയും, 2870 കിലോമീറ്റർ ഘനമാണ് രണ്ടാമത്തെ ഭാഗത്ത്. മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്ന കോർ അല്ലെങ്കിൽ കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. അത് ഏറ്റവും അകത്തേക്ക് പോകും. നമ്മളതിന് ഇട്ടിരിക്കുന്ന പേര് എരിയുന്ന നരകം എന്ന് തന്നെയാണ്. ഇനി അങ്ങനെ ബൈബിളിൽ ഉണ്ടോ നമുക്ക് നോക്കണ്ടേ? ഇനി വായിക്കുക, യോബ് 28:5 വാക്യം വായിക്കുക. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. 2 വാക്യം കേട്ടിട്ട് 2 ഭൂമി ഉണ്ടെന്ന് വിചാരിക്കരുത്, ഒരു ഭൂമിയേ ഉള്ളൂ. ഈ ഭൂമി വായിക്കിനി. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കുക. അതിലെ പാറകൾ നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം, കനകപ്പൊടിയും അതിലുണ്ട്. അതിന്റെ പാത കഴുകൻ അറിയുന്നില്ല. ഞാൻ ഇത് ബാക്കി അങ്ങോട്ട് പറഞ്ഞോളാം, ശ്രദ്ധിച്ചോളൂ.
ഭൂമിയിൽ നിന്ന് ആഹാരം ഉളവാക്കുന്നത്. ഈ 35 കിലോമീറ്റർ കനത്തിലാണ് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സംഗതികളെല്ലാം. ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടിരിക്കുന്ന അവിടെയാണ്, മരത്തിന്റെ വേരിറങ്ങുന്ന അവിടെയാണ്, നമ്മൾ ബയലടിക്കുന്നൊക്കെ അവിടെയാണ്, കിണർ കുത്തുന്ന അവിടെയാണ്. അപ്പൊ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതാണ് 35 കിലോമീറ്റർ ഭാഗം വരുന്ന ക്രസ്റ്റ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാൻഡിൽ, അവിടെയാണ് 20 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന രണ്ടാമത്തെ ഭാഗമല്ല ഇവിടെ വായിച്ചത്, അത് രണ്ടാമത്തെ ഭാഗം മൂന്നാമതാ വായിച്ചത്. അതിന്റെ അതോ ഭാഗം ലോവർ ലോവസ്റ്റ്, അതിന്റെ അതോ ഭാഗം എന്തോ ചെയ്യുന്നു? തീ കൊണ്ടെന്ന പോലെ. മൈക്ക് താഴെ വെച്ചു, അതെടുത്ത് കൈ പിടിക്കുക കുറച്ചു നേരം. അത് എന്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ. ഇത് ഈ നാട്ടുകാർ കേൾക്കാൻ വേണ്ടിയാ മോളെ ഈ മൈക്കിൽ കൂടെ വായിക്കണമെന്ന് വന്ന്. നമുക്കിതെല്ലാം അറിയാമെങ്കിൽ യോഗം വെച്ചിരിക്കുന്ന അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നാ പറയുന്നതെന്ന് കേട്ടേച്ചേ കഞ്ഞു കുടിക്കത്തുള്ളെന്നും പറഞ്ഞ് കോലാലിരിക്കുന്ന അച്ചായിമാരൊക്കെ ഉണ്ടെന്നേ, അതുകൊണ്ട് അവരും കൂടെ കേൾക്കാനായി പറയുന്നേ, മനസ്സിലായി? അപ്പൊ അതിന്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അച്ഛാ ഒരു കാര്യം ഓർത്തോളെങ്കിൽ, അതുകൊണ്ട് ഈ ഭൂലോകത്തിലുള്ളവർ ഇത് മാറിക്കഴിയുമ്പം അങ്ങോട്ടേക്കാ പോകേണ്ടത്. എങ്ങോട്ടേക്ക്? രക്ഷിക്കപ്പെട്ടവരെവിടെ പോകും? രക്ഷിക്കപ്പെടാത്തവരെവിടെ പോകും? എവിടെ പോകും? ഈ മനുഷ്യരെ ആരെയും ദൈവം നരകത്തിലേക്ക് വിടത്തില്ല. എവിടാ തിരുവിടത്ത്? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അപ്പൊ ആർക്കുള്ളതാ നരകം? പിശാചിന്റെ മക്കൾക്കുള്ളതാ നരകം. മനസ്സിലായോ? അപ്പൊ നമുക്ക് പിശാചിന്റെ മക്കളാകാൻ എന്ത് ചെയ്യണം? നരകത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? പരസ്യത്തിൽ ഉപദേശി പ്രസംഗിച്ചപ്പോൾ ഒരു ആളോടും ചോദിച്ചു, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയാവോ? നരകത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഈ പോക്കങ്ങ് പോയേച്ചാൽ മതി, നേരെ അവിടെ ചെന്ന് വീണോളും എന്ന് പറഞ്ഞതുപോലെ നരകത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ പോകാനൊക്കത്തില്ലെന്നേ. ഇവിടെ ആട്ടിറച്ചിക്ക് ഭയങ്കര വിലയാ. സമീകൃത ആഹാരം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് സെൻട്രൽ ജയില്, 3 സെൻട്രൽ ജയില്, 33 സബ് ജയില്, വനിതാ ജയിൽ, ഓപ്പൺ ജയിലിലൊക്കെ ആട്ടിറച്ചി കൊടുക്കുന്നുണ്ടാകാം, ബീഫ് കൊടുക്കുന്നുണ്ട്, മീനുണ്ട്. അതിൽ ഒന്നാം തരം ഭക്ഷണമാണെന്നും പറഞ്ഞ് നമുക്ക് ദാരിദ്ര്യമാണെന്നും പറഞ്ഞ് അവിടെ ചെന്ന് കയറി കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ. അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം പറാവ് നിൽക്കുന്ന പോലീസുകാരന്റെ മുഖത്ത് ഒരു മേരിക്കോം പഞ്ചെങ്കിലും കൊടുക്കാതെ ഫ്രീ എൻട്രി അകത്തോട്ട് കിട്ടത്തില്ല. അവിടെ പോകാനും ചില ക്വാളിറ്റി വേണമെന്നേ. നരകത്തിൽ പോകാനുള്ള ക്വാളിറ്റിയാണ് പിശാചിന്റെ മക്കളായി തീരുക. പിശാചിന്റെ മക്കൾ എങ്ങനെയാകാം? ഉത്തരം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പൊ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാം? ദൈവത്തിന്റെ മക്കളായി മാറണം. അതിനെന്തോ ചെയ്യണം? സിമ്പിൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാം. ഇത് മറ്റൊരു ഇവിടെ വരാതെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്തവരെ, ഈ ഭൂലോകത്തിലുള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. ഈ എരിയുന്ന നരകം എന്ന രണ്ടാമത്തെ മൂന്നാമത്തെ തട്ടിലേക്ക് പോയാൽ പിന്നെ മാറ്റം ചെയ്യാൻ സാധ്യമല്ല. തൊട്ടുമുകളിൽ ഒരു സ്ഥലമുണ്ട് കേട്ടോ, അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന സ്ഥലവും യാതനാ സ്ഥലവും. ആ യാതനാ സ്ഥലത്ത് ചെന്ന് പെട്ട ധനവാനെ കുറിച്ച് വായിച്ചിട്ടില്ലേ നമ്മള്? അയാൾ 7 നല്ല കാര്യങ്ങൾ ചെയ്തെന്നേ. 1, മേലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ മേലോട്ട് നോക്കണത്? ദാഹിച്ചു, നല്ല കാര്യമല്ലേ? ആത്മഭാരം ഉണ്ടായി, നല്ല കാര്യമല്ലേ? അബ്രഹാമൻ തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? പർദീസയാണ് തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? പ്രാർത്ഥിച്ചു, നല്ല കാര്യമല്ലേ? ഒരു 6-7 കാര്യം പുള്ളി നല്ലതാന്നേ ചെയ്തേ. പക്ഷേ അബ്രഹാം പറയാ, ഇപ്പൊ നീ ചെയ്യുന്നെല്ലാം നല്ലതാണെങ്കിലും അവിടെ നിന്ന് ഇവിടെ വരാനോ ഇവിടെ നിന്ന് അവിടെ വരാനോ അരക്കഴഞ്ഞനക്കാനൊക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് വേണ്ടി എന്നാ ചെയ്താലും അരക്കഴഞ്ഞനങ്ങാനൊക്കത്തില്ലെന്ന് ഉറപ്പിച്ച് വേദപുസ്തകം പറയുന്നതുകൊണ്ട് മേലോട്ട് നോക്കണമെങ്കിൽ ഇന്ന് രാത്രി ജീവിച്ചിരിക്കുമ്പം നോക്കണം. ദാഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദാഹമുണ്ടാകണം. ആത്മഭാരമുണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി അത് ഉണ്ടാകുന്നതുകൊണ്ട് ധനവാൻ അവിടെ ചെന്ന് കാണിച്ച 7 കാര്യങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കാണിക്കാൻ മനസ്സ് വെച്ചാൽ അവിടെ പോകേണ്ടി വരില്ല. ആ എരിയുന്ന പാപ ശമ്പളം മരണ നരക ന്യായവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവത്തിന് കരമുയർത്തിക്കൊണ്ട് സ്തോത്രം പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ നരകം എവിടെന്ന് മനസ്സിലായോ? അപ്പൊ ഇനി ഈ ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്, സൂര്യൻ അങ്ങനെ നമ്മളങ്ങനെ എല്ലാം 3 തലങ്ങളാണല്ലോ. ദൈവം ത്രിയേകനായതുകൊണ്ടായിരിക്കാം ഈ സിസ്റ്റം വെച്ചതെന്നാണ് പൊതുവെ തിയോളജിയിലൊക്കെ ഞങ്ങൾ പറയാറുള്ളത്. നമുക്കിനി ഈ ഭൂകമ്പം എങ്ങനെ ഉണ്ടാകും നോക്കാം. ഭൂമിക്ക് കമ്പനം ഉണ്ടാകുന്നു, ഭൂമിക്ക് ചരമഗീതം. മഹാകവി ON കുറുപ്പിന്റെ ഇത് വായിച്ചിട്ടില്ലേ? ഭൂമിക്ക് ചരമഗീതം. അണ്ട് എനിക്ക് തോന്നുന്നു മുരുകൻ കാട്ടാക്കട സാറാണോ, എനിക്ക് സംശയം, എഴുതിയിട്ടുണ്ട്, ആയിരിക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് വായിച്ചിട്ടില്ലേ?
ഈ വിടവാസം സാധ്യമോ? പുഴയില്ല, വഴികളില്ല, ഒന്നുമില്ലാത്ത ഒരു കാലം വരാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2065 കഴിയുമ്പോഴേക്ക് ഇവിടെ ഭൂമിക്ക് നിലനിൽപ്പില്ല, കുടിവെള്ളം കാണത്തില്ല, സൂര്യപ്രകാശം കാണത്തില്ല. ഇതൊക്കെ ശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പുകളാണ്. നമുക്കിനി കമ്പനത്തെ കുറിച്ച് എങ്ങനെയാ കമ്പനം ഉണ്ടാകുന്നത്? സിമ്പിളായിട്ട് എങ്ങനെ പറയാതെ സ്വോത്രക്കാഴ്ച സ്വോത്രക്കാഴ്ചയൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇവരും സംഘാടകരും സമയം പറഞ്ഞിട്ടുണ്ട്. ഞാനെങ്ങനെ വിട്ടടിച്ച് പോകുമ്പോൾ അവർ എൽപ്പടയ്ക്ക് സ്വോത്രക്കാഴ്ച എന്ന് പറയുന്നതിന് മുമ്പ് ഞാനതങ്ങ് എടുപ്പിക്കാം. ഞങ്ങളെല്ലാം റെഡിയായിട്ട് നിൽക്കണം. ഇപ്പോൾ കയ്യിലൊന്നും വെക്കണ്ട, പറഞ്ഞിട്ട് മതി. അപ്പം ഈ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ അതറിയാമല്ലോ. ഈ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ മുകളിലായി 50 കിലോമീറ്റർ താഴെയായി 7 ലെയറുകൾ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും വെച്ചിട്ടുള്ളതല്ല. അതാണ് ഈ ഓസോൺ പാളി, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അതിനകത്ത് വിള്ളൽ വീണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പുറകെ പറയാം. ഇപ്പോൾ ഒരു കാര്യം മാത്രം പറയാം. സൂര്യപ്രകാശ രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് വരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ 7 ലെയറുകൾ പാസ് ചെയ്ത് കൃത്യമായിട്ട് അരിച്ചിറക്കിയാണ് ഇവിടെ വരേണ്ടത്. അല്ലാതെ അതിൻ്റെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ സംഭവിച്ചാൽ മാരകമായ രോഗങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടാകും. നമ്മൾ കിണറ് കുത്തുമ്പം വെള്ളത്തിന്റെ നനവല്ലേ കാണുന്നേ, അല്ലാണ്ട് ഒരു കുടം വെള്ളമല്ലല്ലോ കാണുന്നേ. വെള്ളം ജലാംശം ഊറി ഉറച്ച് ചേർന്ന് വന്ന് കുളമായി മാറുന്ന പോലെ അരിച്ചിറങ്ങിയ സൂര്യപ്രകാശമാണ് വരേണ്ടത്. അങ്ങനെ ഇവിടെ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് ആവശ്യമായ വസ്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, സസ്യങ്ങൾക്കൊക്കെ ആവശ്യമായ ചൂടെടുത്തതിനു ശേഷം തിരികെ ചൂട് പോകണമെന്നാണ് പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമം. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. കാരണം പ്രകൃതി ആകപ്പാട് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യപ്രകാശം ഇവിടെ സ്വീകരിക്കണമെങ്കിൽ പുൽപ്പുറങ്ങൾ വേണം. എവിടാ പുൽപ്പുറങ്ങൾ എങ്ങും ഇല്ലെന്നേ. പുല്ലൊക്കെ നമ്മൾ ചെത്തിക്കളഞ്ഞില്ലേ? വനമേഖലയിൽ പോലും പുല്ലുകളില്ല. നമ്മുടെ ഒരു സവിശേഷത കണ്ടോ? വീടിന്റെ മുറ്റത്തുള്ള പുല്ലെല്ലാം ചെത്തിക്കളയുക. എല്ലാം കൂടെ ടൈലും കോൺക്രീറ്റൊക്കെ ഇട്ടിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഭയങ്കര ചൂടാ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം ഈ ചൂടാണ്. എന്നിട്ട് വീട്ടിലുള്ള പുല്ല് തൂമ്പാക്കി ചെത്തിക്കളഞ്ഞിട്ട് കാർഷിക സർവകലാശാലയിൽ നിന്ന് പുല്ല് മേടിച്ചോണ്ട് വന്ന് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക വീടിന്റെ മുറ്റത്തൊക്കെ. എന്നാ ചെയ്യാനാന്ന് പറ. തമ്പുരാൻ തന്ന പൂവിന്റെ ഒക്കുമോ? ഉപ്പിനോളം വരുമോ? ഉപ്പിലിട്ടത് ഈ സാധനം കൊണ്ടാന്നിട്ട് ഇങ്ങനെ പൈപ്പ് കൊടുത്തു ഇങ്ങനെ നമ്മളിങ്ങനെ വലിയ പൂന്തോട്ടക്കാരെ പോലെയൊക്കെ 4 പേരെ കാണിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എൻ്റെ ദൈവം നമ്മെ ചൂടപ്പോ ഇവിടെ ആഗിരണം ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല. തിരിച്ച് ചൂട് പോവുകയാണ്. ചൂട് പോകുമ്പോൾ പോകാനൊക്കുന്നില്ലെന്ന് ഈ 12 കിലോമീറ്ററിന് മുകളിൽ പാലക്കാടൻ കോട്ടകണക്കെ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതെങ്ങനെ ഉണ്ടാകുന്നറിയാമോ? പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചാൽ ഉണ്ടാകുന്ന പുകകൾ, അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ 50 പൈസയുടെ കൂടൊക്കെ മേടിച്ചിങ്ങനെ നശിപ്പിക്കുകയല്ലയോ? ഇതെല്ലാം കൂടെ വ്യവസായവൽകൃത രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫാക്ടറികളിലെ പുകകൾ, വാഹനങ്ങളുടെ പുകകൾ. നമ്മളൊക്കെ ഒരു വാഹനം ഒരു റെഡ് ലൈറ്റ് കണ്ടാൽ വണ്ടി അവിടെ ന്യൂട്രൽ ഇടുകയല്ല നമ്മൾ ചെയ്യുന്നത്. ന്യൂട്രൽ ഇട്ടാൽ പിന്നെ ഇരപ്പിക്കൊന്നും വേണ്ട. നമ്മൾ ഫസ്റ്റിലിട്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കൂടെ പുകകളങ്ങനെ അടിച്ചിറങ്ങിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്തരീക്ഷം വരെ മലിനമായി കഴിഞ്ഞെന്നേ. മലിനമാകാത്തതൊന്നും ലോകത്തിലില്ല. പണ്ട് കാലം നമ്മുടെ കാരണന്മാര് പറയുമായിരുന്നു, ഏത്തപ്പഴത്തിനകത്ത് മായമില്ല, കോഴിമുട്ടയ്ക്കകത്ത് മായമില്ല, അമ്മിഞ്ഞപ്പാലിൽ, അമ്മയുടെ മുലപ്പാലിൽ മായമില്ല. ഇതൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഏത്തപ്പഴത്തിൽ മായമുണ്ടോ? എഴുപറ്റുകാരെ കർഷകരാണല്ലോ. വാഴക്കണ്ണ് കുടിച്ചു വെക്കുമ്പോഴേ ഫ്യൂറഡാൻ ഇട്ടാണ് ചവിട്ടി ഒതുക്കുന്നത്. വാഴ കൊലച്ച് കഴിഞ്ഞ് ആ കൊടപ്പൻ ഒടിച്ചു കളഞ്ഞും ഈ സാധനം കെട്ടിവെച്ചാണ് ഒരു കായൊക്കെ 650 ഗ്രാമിലെ സംഗതി കയറി വരുന്നത്. അപ്പൊ ഏത്തപ്പഴത്തിൽ മായം വന്നു കഴിഞ്ഞു. പഴത്തിനകത്തൊരു കല്ല് എന്ന പദം ഇപ്പൊ എല്ലാവർക്കും പരിചയമുണ്ട്. ഏത്തപ്പഴത്തിൽ മായം വന്നു കഴിഞ്ഞു. 2, കോഴിമുട്ടയ്ക്കകത്ത് മായമുണ്ടോ? ചൈനീസ് മുട്ടയൊക്കെ തിന്നത് നമ്മൾ വശം കെട്ടിരിക്കുക, അതിനകത്തും മായമുണ്ട്. 3, അമ്മിഞ്ഞപ്പാലിൽ മായമുണ്ടോ? അമ്മയുടെ മുലപ്പാലിൽ മായമുണ്ടോ? നിങ്ങളിരിക്കും, ദൈവം നമ്പുരാനെ അതിനകത്താരാ വിഷം ചേർക്കുന്നല്ലേ? അതിനകത്തും ചേർന്നു. വ്യവസായവൽകൃത രാജ്യങ്ങൾ ഉള്ള, ഫാക്ടറി ഉള്ള രാജ്യങ്ങളിലെ സ്ത്രീകളുടെ മുലപ്പാലിനകത്ത് ഡയോക്സിൻ എന്ന് പറഞ്ഞ വിഷവാതകം കലർന്നിരിക്കുന്നു എന്നാണ് ശാസ്ത്രം ഇവിടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം ചിന്തിച്ചാൽ പണ്ട് മുലപ്പാലിലെ ഏറ്റവും വലിയ ആഹാരം എന്ന് പറയുന്നത് ഇപ്പോ അതിനുള്ള ഒരു താല്പര്യം തന്നെ പൊതുവെ കുറഞ്ഞു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതിപ്പോൾ ഞാൻ മൊത്തത്തിൽ പഠനങ്ങളൊക്കെ തന്നെ വേറെയൊക്കെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങളൊരു പള്ളിക്കാരൻ ചിന്തിച്ച് നോക്കിക്ക്, ആണ്ട് പള്ളിയിലേക്ക് ചില സഹോദരിമാർ വരുന്നത് തന്നെ ഒന്ന് പ്രസവിച്ച കൊച്ചിനെയും കൊണ്ട് വന്നാൽ ആ വരവ് കാണാൻ തന്നെ ശൈലം എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിഗ് ഷോപ്പിൻ്റെ സഞ്ചി കയ്യിലുണ്ടാവും. 1 ലിറ്റർ പാല്, ബിസ്ക്കറ്റ്, ഹോർലിക്സ്, പിന്നെ അത് ഇത് അതിൻ്റെയൊക്കെ പൊടികൾ പിന്നെ ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മളായിരിക്കും എല്ലാം കൊച്ചിന് കൊടുക്കാനായിരിക്കുമെന്ന്. കൊച്ചു വീട്ടിൽ വന്നെങ്കിൽ ഹോളിൽ വന്നിരിക്കുമ്പോൾ അനങ്ങാതിരിക്കുമ്പം പുള്ളിക്കാരത്തേക്ക് പുറത്ത് പോകണം ഒരു ചിന്ത. കൊച്ചിന് നമുക്ക് ഒരു പിച്ച് വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞ് കരഞ്ഞ് അതിനെ കൊണ്ട് വെളിയിലിട്ട് ഇറങ്ങി. പിന്നെ ആ ബിസ്ക്കറ്റും കൊണ്ട് പൊട്ടിച്ച് അതിന് കൊടുത്തു, അതിന് വേണ്ട തള്ള തിന്നു. അതിനെ അടുത്ത പിന്നെ ഓറഞ്ച് പൊളിച്ച് അതിന് കൊടുത്തു, അതിന് വേണ്ട അത് തള്ള തിന്നു. അങ്ങനെ ഈ വള്ളിവിട്ടത്തൂടെയൊക്കെ നടന്ന് നിങ്ങൾക്കറിയാമല്ലേ കാര്യങ്ങളൊക്കെ. ഈ കൊച്ചിനെ പ്രസവിച്ചപ്പോഴുണ്ടല്ലോ 1,750 1.25 കിലോ ആണ് കൊച്ചുള്ളത്. ഈ കൊച്ചിന്റെ അമ്മ ഒരു 65 കിലോ. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പം കൊച്ച് 1,850 100 ഗ്രാമേ കൂടിയിട്ടുള്ളൂ. ഇത് 67 97 കിലോ. അപ്പൊ ഈ ബിഗ് ഷോപ്പിനകത്ത് കൊണ്ടുവന്ന സാധനക്കാരത്തിന് മനസ്സിലായില്ലോ. തബാഹാൾ അടിച്ചു വാരുന്ന ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ എന്തോ ഒരു സാധനം അടിച്ചു വാരിട്ടെന്നറിയാമോ. ഈ കൊച്ചു കിടന്ന് വാവിട്ട് കരയാണെന്ന്. കൊച്ചിനറിയാം എന്താ വേണ്ടതെന്ന്, തള്ളക്കറിയാം എന്താ കൊടുക്കേണ്ടതെന്ന്, നമുക്കും അറിയാം എന്താ വേണ്ടതെന്ന്, ദൈവത്തിനും അറിയാം എന്താ കൊടുക്കേണ്ടതെന്ന്. തള്ള അത് മാത്രം കൊടുക്കുകയില്ലെന്ന് വല്ലം കിടികിട്ടി. അതുകൊണ്ട് മുലപ്പാൽ പോലും ഇല്ലാത്ത കാലമാണെന്ന്. ഇവിടെയാ ഞങ്ങളുടെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. ഏത്തപ്പഴത്തിനകത്ത് മായം വരും, അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ മടിക്കും, അതിനകത്ത് മായം വരും, കോഴിമുട്ടയ്ക്കകത്ത് മായം വരും സുഹൃത്തെ. പക്ഷേ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എഴുതി വെച്ച വചനറിയാമോ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ വാഞ്ചിപ്പീൻ. എഴുമറ്റൂരിൽ ഇന്ന് രാത്രി യോഗം തീരും. ഈ സഹോദരങ്ങൾ 5 പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ യോഗത്തിന് വിമർശനങ്ങൾ ആയിരക്കണക്കിന് അമ്പുകൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി യോഗം സമാപിക്കും. പക്ഷേ ഞങ്ങൾ പറഞ്ഞ വചനം മാറിപ്പോവുകയില്ല. ആകാശം മാറിപ്പോയാലും ഈ ഭൂമി മാറിപ്പോയാലും ഇവിടെ പറഞ്ഞ വചനം മാറിപ്പോവുകയില്ല. സാമ്പ്രദനം കൂട്ടനും പാടിയ പാട്ട് ഇവിടെ മരിക്കുകയില്ല. മരിക്കാത്ത വചനം പറയാൻ, മരിക്കാത്ത പാട്ടുപാടാൻ, മരിക്കാത്ത പ്രാർത്ഥന നടത്താൻ ദൈവം എഴുമറ്റൂരിൽ എനിക്കും നിങ്ങൾക്കും സാവകാശം നൽകിയതോർത്ത് നമ്മൾ മരിച്ചാലും എഴുമറ്റൂരിൽ നിന്ന് മരിക്കാത്ത ദൈവത്തിന്റെ വചനം പറയാൻ കൃപ നൽകിയതോർത്ത് ആവേശത്തോടെ ഇരുകരവും ചേർത്തടിച്ച് രാത്രി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും മൂലപദാർത്ഥത്തിലും കപ്പിയടിയും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമേ ഇല്ല. ഞാൻ ഈ സമയമായപ്പോൾ ഇനി കണ്ടമാനം വാക്യങ്ങൾ വായിപ്പിച്ച് ഒത്തിരി ലക്ഷണങ്ങൾ ഞാൻ പറയുന്നില്ല. 16-ാമത്തെ മാത്രമേ ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. 7 മടങ്ങ് ചൂട് വർദ്ധിക്കാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ പറയാൻ ഇവിടെ ചൂട് വർദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ ചെറുപ്പകാലത്ത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ചാൽ അറിയാം, ഏറ്റവും തണുപ്പുള്ള മേഖല എന്ന് പറയുമ്പോൾ പീരുമേടാണ്. നമ്മുടെ കണക്കിൽ ഇവിടുത്തെ കണക്കനുസരിച്ച് ഏറ്റവും തണുപ്പുള്ളത് വാഗമൺ പീരുമേടാണ്. അതുപോലെ ഇടുക്കി ജില്ലയിലും വയനാട്ടിലും ഒന്നും എൻ്റെ മൂത്ത മകൾ കുടുംബമായിട്ട് അവിടെയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. 5 വർഷം മുൻപ് ഞാൻ അവിടെ ചെല്ലുമ്പം അത് വീട്ടിൽ ഫാനില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ ഫാനില്ല. ഇപ്പോഴുണ്ട്. അപ്പോൾ AC റൂം പോലും ഉണ്ട്. ഇപ്പോൾ ചൂട് വർദ്ധിക്കുകയാണെന്ന് മനസ്സിലായല്ലോ. ഗൾഫ് രാജ്യങ്ങളുടെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ AC ഇല്ലാത്തൊരു വീടുണ്ടോ? പണ്ടതുണ്ടോ? അപ്പോൾ ഇവിടെ അത്യുഷ്ണം വർദ്ധിക്കുകയാണ്. 40-നും 44-ലേക്കൊക്കെ വരികയാണ്. ഇതിൻ്റെ കാര്യമെന്നാന്നല്ലോ മനസ്സിലായോ? സൂര്യനിൽ ആകപ്പാടെ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ഇവിടെ ചൂട് വർദ്ധിക്കുന്നു. ഈ ചൂട് ഇവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഭൂമിയുടെ ആഴത്തിലേക്ക് പോവുകയാണ്. ആഴത്തിലേക്ക് അതിന് തെളിവെന്നാന്നോ വല്ല മനസ്സിലായോ? ഒന്ന്, നമ്മുടെ കിണറുകളിൽ വെള്ളമില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും പണ്ട് ഞങ്ങളുടെ കിണറ്റിലുണ്ടായിരുന്ന അതേ വെള്ളത്തിൻ്റെ അളവും സാന്ദ്രതയും രുചിയും ഇപ്പോഴുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം കിണറുകൾ കുഴിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ കിണറിൻ്റെ പേരെന്തുവാ? കുഴൽ കിണർ. അതാണ് ഇപ്പോഴത്തെ കിണർ. അതൊക്കെ എവിടെ പോയിട്ടാണ് വെള്ളം എടുക്കുന്നത് അറിയാമോ? അതല്ലേ പാറമടയും പ്ലാച്ചുമടയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കിണറില്ലാത്ത വീട് അതൊരു പ്രശ്നമല്ല. പണ്ട് കുഴൽ കിണറുള്ള വീട് ആരും വാങ്ങത്ത് പോലുമില്ല. മനസ്സിലായോ? ഇപ്പം കാലങ്ങൾ വരികയാണ് ഇവിടെ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ചൂട് അങ്ങോട്ട് പോകുമ്പോൾ 20 ലിത്തോ സ്പിയറിംഗ് പ്ലേറ്റിൽ ഉരസിയാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പം ഭൂമി ഉരുണ്ടതല്ലേ, തിരിച്ചും പാസ് ചെയ്യുന്നു. ഈ താപത്തിൻ്റെ ഗമനാഗമനങ്ങളുടെ ഫലമായി 20 ലിത്തോ സ്പിയറിംഗ് പ്ലേറ്റുകൾ തമ്മിൽ ഉരസും. ഈ ഉരസ് എന്ന് ശാസ്ത്രത്തിന് പേരിട്ടിട്ടുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം എന്നാണ് പേരിട്ടിരിക്കുന്നത്.
അപ്പോൾ 2870 പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം ഉണ്ടാകുമ്പോൾ 35 കിലോമീറ്ററിൽ കുലുങ്ങും. ഇത് ആർക്കും തടയാനൊക്കില്ല എന്നീ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഇവിടെയും നടക്കുന്ന കാര്യമൊന്നും അല്ലെന്നേ പറഞ്ഞു. ആ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ ഭൂകമ്പം വാട്സാപ്പിൽ കൂടെ കണ്ടില്ലായിരുന്നു, ക്യാമറയിൽ കൂടെ പതിഞ്ഞത്. നമുക്കറിയാം 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ 50-ൽ താഴെയാണ് കമ്പനങ്ങൾ. 100 വർഷം കഴിഞ്ഞപ്പോഴാണ് 50-ൽ കൂടുതൽ വന്നത്. 5-ാം നൂറ്റാണ്ട് വന്നു 200-നപ്പുറം കിടക്കാൻ. 15-ാം നൂറ്റാണ്ട് കിടന്നു 1000-നപ്പുറം കിടക്കാൻ. ഇപ്പോഴത്തെ ശരാശരി കണക്കെന്ന് പറയുന്ന ഒരു വർഷം നടക്കുന്ന 12,000 കമ്പനങ്ങളാണ്. അതിൽ 5,000 ഭൂകമ്പങ്ങളാണ് കരയിൽ നടക്കുന്നത്. 7,000 കമ്പനങ്ങൾ കടലിലാണ്. കടലിൽ കമ്പനം ഉണ്ടാകുമോ? തിമോത്തിയോസ് 3:1. എന്നാൽ അന്ത്യകാലത്ത് ബാക്കി ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. എന്താ ദുർഘട സമയം? അർത്ഥം കടൽ ഇളകി വരുന്ന സമയം, മദം പൊട്ടിയ ആനയുടെ മുൻപിൽ അകപ്പെട്ടുപോയ സമയം, എതിർച്ചയ കാട്ടുപോത്തിനു മുമ്പിൽ വന്നുപെട്ട സമയം. അതിന്റെ പേരാ ദുർഘട സമയം. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സൂപ്പർ സോണിക് വിമാനത്തിന്റെ വേഗതയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷ വിളിക്കുന്ന സുനാമി, വെള്ളിത്തിരമാല, രാക്ഷസ തിരമാല വന്നില്ലേ? സുനാമി കൊണ്ട് കടൽ ഇളകുന്നില്ലേ? അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ചൂട് നേരെ താഴോട്ട് പോവുകയാണ്. കിണറ്റിൽ വെള്ളമില്ല, വെള്ളം പറ്റി തുടങ്ങുന്നു, കടലിൽ ഇടിഞ്ഞു പോവുകയാണ്. അപ്പൊ ഇനി അതിന്റെ സമയം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഇവിടെ കമ്പനം ഉണ്ടായി. ഇതാർക്കും തടയാനൊക്കില്ല. ആര് തടയും? സർക്കാർ. ഇപ്പൊ ഏത് ഇടതുപക്ഷമോ ആരെങ്കിലും വരട്ടെ, അതൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ, നമുക്കൊന്നും പറയാനില്ല. പക്ഷേ സർക്കാരുകൾ ചെയ്യാൻ പറ്റത്രയേ ഉള്ളൂ. ഭൂകമ്പം ഉണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുക, LP സ്കൂളും അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളും നമുക്ക് താമസിക്കാൻ തരിക, റേഷനരിയും പഞ്ചസാരയും മണ്ണും തരിക എന്നുള്ളതല്ലാതെ കമ്പനം തടയാനും കഴിയുന്ന ഒരു സർക്കാരും ലോകത്തിൽ ഇതുവരെ ഉദയം ചെയ്തിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനം ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. 7 ലക്ഷം ആളുകളാണ് മരിച്ചത്. ജപ്പാൻ, ഫെയ്ത്തി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. ഇന്ത്യയുടെ സംഭവം അറിയാമോ? നേരെ പാകിസ്ഥാൻ, അവിടുന്ന് ഭൂട്ടാൻ, ഭൂട്ടാൻ നേരെ ബീഹാർ, ബീഹാറിന് ഡൽഹി, ഡൽഹി കഴിഞ്ഞ് അടുത്ത കമ്പന സ്ഥലം എന്നല്ല അറിയാമോ? ആർക്കറിയാം? നമ്മുടെ കൊച്ചിയാണ്. കൊച്ചി അറിയാമോ? ഡൽഹിയിൽ നേരെ വരുന്ന കൊച്ചിയിലേക്കാണ്. ഇടയ്ക്ക് സ്റ്റേറ്റുകളില്ലേ? അപ്പൊ ഇതിന്റെ പ്രഭവ കേന്ദ്രം കൊച്ചി എവിടാ? ഹൈക്കോടതിയുടെ അടിയിൽ. ഇടയ്ക്കൊക്കെ ഹൈക്കോടതിയിൽ ആളുകൾ ജീവനിൽ സ്ഥലം പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ കമ്പനം വന്നപ്പോൾ നിങ്ങൾ വായിച്ചേർന്ന പത്രത്തിൽ നമ്മുടെ കേരളത്തിന്റെ വടക്കാഞ്ചേരി, പാലക്കാട് പോകുന്ന മറ്റത് വടക്കഞ്ചേരി മുതൽ കോട്ടയം വരെയുള്ള ഭൂമിയുടെ അടിത്തട്ടിൽ 1 ഇഞ്ച് അകന്നിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ പോയി ശാസ്ത്രം പറയുന്നത്. അതിനർത്ഥം ഒരു വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു കമ്പനം ആഞ്ഞു പിടിച്ചാൽ, ഒരു സുനാമി ആഞ്ഞു പിടിച്ചാൽ ഇത്രയും സ്ഥലം അങ്ങോട്ട് പോകും. നിങ്ങൾ മിണ്ടുന്നില്ല, കാരണം എഴുമറ്റൂർ രക്ഷപ്പെട്ടെന്നും പറഞ്ഞായിരിക്കുന്നത്. എഴുമറ്റൂർ രക്ഷപ്പെട്ടു. കടലോര പ്രദേശത്തെ കമ്പനം എന്താണെന്ന് ആർക്കറിയാമോ? എവിടെയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്? കടൽ തീരത്തെ ഒരു മഴ പെയ്താൽ ആദ്യം പറയും എറണാകുളം കുളമായി, തിരുവനന്തപുരം തമ്പാനൂർ രജിസ്ട്രേഷൻ വെള്ളം കൊണ്ട് മുങ്ങി. റാന്നിക്കാർക്ക് കുഴപ്പമുണ്ടോ? ഇടുക്കിക്കാർ കുഴപ്പമുണ്ടോന്നോ? ഈ വെള്ളപ്പൊക്കം നമ്മളെയൊന്നും ബാധിക്കില്ലേ? റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് അറിയാമല്ലോ. ഭൂമിക്ക് താഴെ ബസ് സ്റ്റാൻഡ് കണക്ക് 2 ബസ്സിന് മേളിലാണ് വെള്ളം കയറിയത്, അറിയാമോ? വയനാടിന് 9 ഹെയർപ്പിന് വളവ് ചെന്ന് വെള്ളം അങ്ങോട്ട് കയറുമോ? കയറില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ 44 നദികൾ നമ്മുടെ കേരളത്തിൽ, 45.5 ലക്ഷം കിണറുകൾ വീടുമുറ്റത്ത്, 44,000 തടാകങ്ങൾ കേരളത്തിലുണ്ട്. പണ്ടത്തെ കണക്കാ. ഇപ്പൊ കണക്കുകൾ കൂടിയിട്ടുണ്ട്. പക്ഷെ കിഴക്കോട്ടൊടുകുന്ന കബനി അടക്കം കരകവിഞ്ഞൊഴുകിയപ്പോൾ വയനാട് പൊട്ടിയില്ലേ? ചൂരൽമലയും മുണ്ടക്കയും മറന്നുപോയോ നിങ്ങൾ? എവിടെയാ കമ്പനം ഉണ്ടായത്? ഇനി ആ കമ്പനം ഉണ്ടായപ്പോൾ ആർക്ക് മനസ്സിലായി? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ആന, പുലി, സിംഹം ചത്തിട്ടുണ്ടോ? സിംഹവും പുലിയൊന്നും അവിടെ ഇല്ല. ചത്തിട്ടുണ്ട്. അമ്മച്ചി ചെന്ന് കാട്ടാളുടെ മുമ്പ് ചെന്ന് പെട്ടു, നിങ്ങൾ കണ്ടില്ലായിരുന്നു? അപ്പൊ അവിടെ എന്താ മൃഗങ്ങൾ ചാകാത്തത്? വല്ലതും പിടികിട്ടുന്നുണ്ടോ എഴുമറ്റൂർക്കാർക്ക്? ഈ മലയിൽ നിന്ന് ഉരുളുപോലെ മണ്ണടർന്ന് ഡൂറോഫ്ലക്സ് മെത്തക്കകത്ത് കിടന്നുറങ്ങുന്ന നമുക്കറിയാനുള്ള കഴിവുണ്ട്. നമ്മൾ പോത്തും മുക്കുറയിട്ട കേൾക്കാറില്ല, പിന്നെയാണ്. നമുക്കറിയാമോ? അറിയില്ല. അതുകൊണ്ട് എന്താ പട്ടികള്, അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, കടൽ തീരത്ത് താമസിക്കുന്ന മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും, ഓരിയിടാൻ തുടങ്ങും. പോട്ടെ, എഴുമറ്റൂരിൽ നിങ്ങളുടെ വീട്ടിൽ വളർന്ന കോഴിയും താറാവും
ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ 4 മൈൽ അപ്പുറത്ത് പെയ്യുമോ അറിയാനുള്ള കഴിവുണ്ട്. തെളിവ്, കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ കോഴിക്കോട് തുറന്നിട്, കോഴി കയറുകയില്ല. മഴ 4 മൈൽ അപ്പുറത്തെ പെയ്യത്തുള്ളെങ്കിൽ കോഴിയും താറാവും കയറുകയില്ല, പമ്മി പമ്മി നിൽക്കത്തേ ഉള്ളൂ. ഇവിടെ പെയ്യുമെങ്കിലേ കയറത്തുള്ളെന്ന്. കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും അതുപോലെ മുണ്ടക്കൈ ചൂരൽമല മരങ്ങൾ ചെരിഞ്ഞു തുടങ്ങിയപ്പോഴേ പക്ഷികൾ കൂടുവിട്ട് പറന്നകന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ ചെരിഞ്ഞപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി പട്ടികൾ സ്ഥലം വിട്ടു. കെട്ടപ്പെടാത്ത സകല മൃഗങ്ങളും സ്ഥലം വിട്ടു. ഒന്നും ചത്തിട്ടില്ല. മനുഷ്യൻ മാത്രം ഇതൊന്നും അറിയാൻ മേലാത്തൊരു ഇടുക്കിയിൽ 33 പ്രാവശ്യം കമ്പനമുണ്ടായി. കേരളത്തിൽ 750 കിലോമീറ്റർ നീളം കിടുകിട കീറുകയാണ്, പൊടുപൊട പൊട്ടുകയാണ്. നമ്മളൊന്നും അറിയാത്തവരെ പോലെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെയും പേടിപ്പിക്കാനല്ല ഈ കാര്യമെന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ പക്ഷിമൃഗാദികൾക്ക് കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ഇത് കാഹളനാദത്തിന്റെ ആരംഭമാണെന്ന് സഭയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ഈ രാത്രിയിൽ സുവിശേഷ യുഗം അവസാനിക്കും മുൻപ് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ഈ ഇളകുന്ന ലോകത്തിൽ നിന്ന് ഇളകാത്ത രാജ്യത്തിലേക്ക് പറന്നു പോകാൻ ഇനി അധികം നാളുകൾ ഇല്ലെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? 3 തരത്തിലെ കമ്പനങ്ങളാണ് ലോകം കണ്ടെത്തിയിരിക്കുന്നത്. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ, പ്ലൂട്ടോണിക് ഭൂകമ്പങ്ങൾ, വോൾക്കാനിക് ഭൂകമ്പങ്ങൾ. ഭൂകമ്പത്തിന്റെ റിച്ചർ സ്കെയിലിൽ 2.4 മുതൽ 9.6 വരെയുള്ള കമ്പനങ്ങളാണ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം വരുന്നത് ടെക്ടോണിക്കിലേ വരുന്നുള്ളൂ, പ്ലൂട്ടോണിക്കിൽ വന്നിട്ടില്ല. വോൾക്കാനിലാണ് ഭൂകമ്പങ്ങൾ. 1 ഭൂകമ്പം, 2 വലിയ ഭൂകമ്പം, 3 ഏറ്റവും വലിയ ഭൂകമ്പം, 4 ഇടിയോടുകൂടിയ ഭൂകമ്പം, 5 ഇടി മിന്നൽ നാദം ഇതിന്റെ അകമ്പടിയോടുകൂടിയ ഭൂകമ്പം. ഒറ്റ കമ്പനമേ ഇതുവരെ നടന്നിട്ടുള്ളെങ്കിൽ ഇനിയും പറഞ്ഞ് ഇനി അടുത്ത ഒരൊറ്റ കമ്പനത്താൽ ഡൽഹി അടക്കമുള്ള 7 പട്ടണങ്ങൾ ലോകത്തിൽ കാണത്തില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അലാസ്ക മുതൽ ന്യൂ പപ്പിനി ആ സ്ഥലം വരെയും അടിയിൽ വിള്ളൽ വീണ് ഇരിക്കുന്നു. ശാസ്ത്ര റിപ്പോർട്ടാണിതെല്ലാം. ഞാൻ പറയുന്നത് വേദപുസ്തകം പറയുന്നൊരു കാര്യം പറയാനാ പറയുന്നത്. എന്താണെന്നറിയാമോ? യെശയ്യാ 24 വരുമ്പോൾ ഭൂമി കിടുകിട കീറുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു, കാവൽ മാടം പോലെ ചാഞ്ചാടുന്നു, ഇത് ആടുന്നു, ഇത് വിറയ്ക്കുന്നു, ഇത് വീഴാൻ പോവുകയാണ്. പേടികേട്ട ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ വീഴുന്നവൻ അവിടെ കിടക്കും, രക്ഷിപ്പാൻ ആരുമുണ്ടാവില്ല. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തീർത്ത് പറയട്ടെ, ഒരു സ്വർഗരാജ്യത്തിന്റെ ഗവൺമെന്റ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചെങ്ങന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്ന ബഹുമാനുള്ള സജി ചെറിയാൻ സാറ് TV-യിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, രാത്രിയിൽ അടിയന്തരമായി രാഷ്ട്രീയ കക്ഷി നോക്കാതെ നിങ്ങൾ ഇടപെടണം. ആറന്മുളയിൽ വെള്ളം കവിഞ്ഞു വരുന്നു, പാണ്ടനാട് അടക്കമുള്ള സ്ഥലങ്ങൾ വെള്ളത്തിന് കീഴെ പോകും. അദ്ദേഹം വാവിട്ട് കരഞ്ഞു. ഒരു MLA നിസ്സാര കാര്യമാണോ? ഇടതുപക്ഷം വലതുപക്ഷം BJP ആരും നോക്കിയില്ല. ഞങ്ങളുടെ എറണാകുളംകാര് 12-10 SC ലോറിക്കകത്ത് വഞ്ചി കയറ്റിക്കൊണ്ടുവന്നാണ് ഒറ്റ ജീവൻ പോലും നഷ്ടപ്പെടാതെ ചെങ്ങന്നൂരിനെ വിടിവിച്ചു. സത്യമാണോ ഈ പറയുന്നേ? ആ സുവിശേഷമാ ഞങ്ങൾ പറയുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു മണ്ഡലത്തെ രക്ഷിക്കുവാൻ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറ് അവരുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് രാഷ്ട്രീയ കക്ഷി നോക്കാതെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് സുവിശേഷം. ഒരു MLA നിലവിളിച്ചപ്പോൾ മണ്ഡലം രക്ഷപ്പെട്ടെങ്കിൽ ഈ മുഴുവൻ ലോകത്തെയും വിടുവിക്കുവാൻ ഇന്നേക്ക് 2000 കൊല്ലം മുൻപ് കാൽവരി മലമുകളിൽ ഒരാൾ കരഞ്ഞൊരു ചിത്രമുണ്ട്. ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ നീ എന്നെ കൈവിട്ടതെന്ന്. MLAക്ക് ഒരു മണ്ഡലം വിടുവിക്കാൻ കരയാമെങ്കിൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട യേശുവിന്റെ പാറയിലേക്ക് അഭയം ചൊല്ലാൻ ഓടി വരാൻ മനസ്സുണ്ടെങ്കിൽ ചവിട്ടു നിൽക്കുന്ന ഭൂമി കിടുകിട മാറിപ്പോകുമ്പോൾ കാണുന്ന നീലാകാശം കൊടുമുഴക്കത്താൻ സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തവരെ ഈ രാത്രി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു ഇളകാത്ത രാജ്യം വരാൻ പോവുകയാണ്, ഒരു നിത്യത വരാൻ പോവുകയാണ് എന്ന്. ഇതൊക്കെ ഞാൻ പുറകോട്ട് പോയി അതുകൊണ്ടാ. ഭൂകമ്പം ഉണ്ടാകും. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചോളെ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർമരണം ഉണ്ടായി. ഒന്ന് കേട്ടോളേ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം, ഒത്തിരി സമയം പോകത്തില്ല. മനുഷ്യർക്ക് ഓരോ ദൂതന്മാരും മുദ്ര പൊട്ടിക്കുള്ള ഓരോന്ന് വരികയാ. വല്ലാത്ത ദുർവണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ക്യാൻസർ തന്നെയാണ്.
മാരക രോഗങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നു. ശരിയാണോ? പണ്ട് നമ്മുടെ ആശുപത്രി ചെന്നാൽ 5 പേര് നെഞ്ചുവേദനയുമായി ഒരു ബെഞ്ചിലിരുന്ന് ഡോക്ടറോട് എന്തെല്ലാം പറഞ്ഞാലും ഡോക്ടർ ഗുളിക കുറിച്ചു കഴിച്ചു. കാരണം അവിടെ പാരസെറ്റമോളെ ഉള്ളെന്ന്. അപ്പുറത്ത് അതിൻ്റെ വലിയൊരു ജാറക്കകത്തൊരു ചുമന്ന മരുന്നും. കുട്ടപ്പൻ 65 വയസ്സ്. അപ്പം നമ്മൾ പറയും കുപ്പി കടക്കൂലാരും, വലിയ കുപ്പിയെ കൊണ്ടുവന്നേക്കണേ. ഒരു മണ്ണെണ്ണ കുലിയിൽ വെച്ച് ചെരിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ മരുന്നാണ് ഇപ്പോഴും ചുമക്ക് ഏറ്റവും ബെസ്റ്റ് എന്നാ പറയും. ആ പനി എന്ന രോഗം ഇപ്പൊ എത്ര പനിയുണ്ട് നിങ്ങൾ. പണ്ട് പനി എന്ന രോഗമേ നമ്മൾ വിശ്വസിച്ചിരുന്നില്ല. വേറെ ഏതാണ്ട് രോഗം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് പനിയെ കരുതിയിരുന്നത്. ശരിയല്ലേ? ഇപ്പൊ പനിയുടെ വകഭേദങ്ങൾ. ഇപ്പൊ ക്യാൻസറിനേക്കാൾ പേടിക്കണം ആരെ? പനിയെ. ഇനി ഏത് പനി ആർക്കറിയാം? പക്ഷിപ്പനി, കുരങ്ങ് പനി, പിന്നെന്താ മനുഷ്യപ്പനി പോട്ടെ, തക്കാളിപ്പനി, ആപ്പിള് പനി. ഇനി പേരിടാനും വല്ലതും ഉണ്ടോ? പച്ചക്കറികളുടെ പേരിട്ടു, മൃഗങ്ങളുടെ പേരിട്ടു. അപ്പൊ ഇനി ഏതൊക്കെ പനി? ഇനി ചേനപ്പനി, കുമ്പളങ്ങപ്പനി ഒക്കെ വരാൻ കിടക്കുക. അറിയാമോ? ആന്റെ കടലിങ്ങനെ പതഞ്ഞു നുരഞ്ഞു വരുമ്പം ശാസ്ത്രം പേരിടും വിൽമ, കറങ്ങിത്തിരിയുമ്പം കത്രീന. ഓരോ പെണ്ണുങ്ങളെല്ലാം പേരിട്ടിരിച്ച് കാറ്റിനൊക്കെ പേരിട്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം പനി വരാൻ കിടക്കണു ഇനി ഇല്ലേ? നമ്മുടെ വായിക്കൊള്ളാത്ത പേരുകൾ. അൽഷിമിസ്, അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. എന്നാ രസമാ കേൾക്കാൻ. 5 സ്റ്റാർ ഹോട്ടലിൽ അതിന്റെ ഭക്ഷണത്തിന്റെ പേര് പറയുന്ന പോലെ. എയ്ഡ്സ്. നമ്മൾ വിചാരിച്ചു ലൈംഗിക അരാജകത്വം, തെറ്റായ ലൈംഗിക ബന്ധമായിരിക്കും. അത് മാത്രം വേണമെന്നില്ല. കൊല്ലം ജില്ലയിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന് എയ്ഡ്സ് വൈറസ് സ്ഥിരീകരിച്ചു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഇടപെട്ടിട്ടാണ് കൊച്ചിനെ പഠിപ്പിക്കുവാൻ തീരുമാനമായത്. കുടുംബജീവിതത്തിന്റെ പവിത്രതയ്ക്ക് കടയ്ക്ക് കത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇല്ലേ? കുടുംബജീവിതം നമ്മളെപ്പോലുള്ള കുടുംബജീവിതമാണോ ഇപ്പം? ആണോ? പണ്ട് 25 കൊല്ലം കഴിയുമ്പോഴാ വെഡിങ് ആനിവേഴ്സറി കൊടുക്കുന്നേ. അന്നേരം വാച്ച് കെട്ടിയ കൈയും ഒരു കൊടയും. അണ്ട് 25 കൊല്ലം വെഡിങ് ആനിവേഴ്സറി. അന്ന് അങ്ങനെ 25 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ 1ാമത്തെ കൊല്ലം കൊടുക്കും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. കാരണം അവർക്കറിയാം 25 വരെ പോവുകയില്ലെന്ന്. 25 വരെ പോയിട്ട് വേണ്ടത് കൊടുക്കാനായിട്ട്. 13 കോടി രൂപ ചെലവിലാണ് തമിഴ്നാട്ടിലെ കല്യാണം. 13ാം ദിവസമാണ് ഡിവോഴ്സ് ആയത്. ഡിവോഴ്സിന് വിലയുണ്ടോ ഇവിടെ? കോടതി ചോദിച്ചു, മോളെ ഡിവോഴ്സ് വേണോ? വേണം സാർ. അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തില്ല, അണ്ടർസ്റ്റാൻഡിങ് ഒക്കത്തില്ല. നിനക്ക് തയ്യലറിയാമോ? അറിയാം. സൂചി നൂലുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ആ ഷർട്ടിന്റെ ഒരു ഭാഗം കീറിയാൽ അത് കൂട്ടി തുന്നി തയ്ച്ചിട്ട് നടന്നുകൂടെ? കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിക്കല്ലേ? കോടതിക്ക് ആഗ്രഹം ഒരുമിച്ച് ജീവിക്കാൻ. ഈ വെങ്കൊച്ചു പറയാ ഇടാം സാർ, പക്ഷെ ഷർട്ടിന്റെ എല്ലാ ഭാഗവും കീറിയതാണെങ്കിൽ തുന്നുന്നതിനേക്കാൾ നല്ല തുണി മേടിക്കുകയല്ലേ എന്ന്. അപ്പൊ ജഡ്ജി പറയാ ഡിവോഴ്സ് ചെയ്തോളാം. കാലം പോയ വോക്ക് കണ്ടോ നിങ്ങള്? സ്വത്രം. ഞാൻ എന്റെ വേറൊരു പ്രസംഗത്തിൽ ചോദിക്കാൻ ചോദ്യമുണ്ട്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഈ ഭാര്യ മതിയോ? സത്യം പറ, മുഖത്തോട്ട് നോക്ക. ഉണ്ടോ? ഒരെണ്ണം മല്ലേലിയ പറയുന്നുണ്ടോ? നോക്കിക്ക്. എന്താ കാര്യം? എന്റെ പാസ്റ്റേ, ഇനി ജന്മോ? ഈ ജന്മം തന്നെ ഏടാകുടങ്ങളെ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട്. മാതാപിതാക്കൾ, മക്കൾ എല്ലാം ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ലോകത്തിൽ. ദൈവമക്കൾ അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കാം, വിശ്വസിക്കാം. ബുദ്ധിമുട്ടാണെങ്കിലും വിശ്വസിച്ചേ പറ്റത്തുള്ളല്ലോ. ഞാൻ അങ്ങോട്ടധികം കടക്കുന്നില്ല. ദുർവ്രണം എന്താണെന്നറിയാമോ? മാരക രോഗങ്ങൾ. അല്ല, അമേരിക്ക പാശ്ചാത്യ രാജ്യത്തൊക്കെ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്താനുള്ള നിയമമെല്ലാം കേൾക്കണോ നിങ്ങൾക്ക്? വായ്നാറ്റം, കൂർക്കമ്പലി, സമൂഹത്തോടു കൂടിയല്ലാതെ ലൈംഗിക പീഡനങ്ങൾ, അതൊക്കെ ചിന്തിക്കേണ്ടതാ. വായ്നാറ്റവും കൂർക്കമ്പലിയൊക്കെ കൊണ്ട് കുടുംബങ്ങൾ വേർപെടുത്താൻ ഒരു നിയമമൊക്കെ ഇവിടെ വന്നാൽ എത്ര പേർക്ക് കുടുംബം ഉണ്ടാവും? നോക്കിക്കേ. അപ്പൊ ഇതുവല്ലം നടക്കാൻ പോകുന്ന കാര്യം വല്ലതാണോ? എന്തൊക്കെ നിയമങ്ങൾ? കുടുംബത്തിന്റെ പവിത്രതയ്ക്ക് വല്ല ബന്ധമുണ്ടോ? നടുവിന്റെ വേദന, ആർത്രൈറ്റീസ്, പിന്നെന്തോ ആന്ത്രാക്സ്, രോഗത്തിന്റെ പേരൊന്നും പറയാൻ ഒക്കത്തില്ല. പണ്ടത്തെ സർവ്വസംഹാരിണി മാറി. ഓരോ അവയവങ്ങൾക്കും ഓരോരോ സ്പെഷ്യാലിറ്റിയല്ലേ ഇപ്പൊ നമ്മൾ ചെന്നാൽ പറയാം. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ ദുർവ്രണം എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങൾ. രക്തപ്പുണ്ണ് എങ്ങനെ ഉണ്ടാകും? ഞാൻ എന്റെ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിരിച്ചൽ കാർഡ് അത് മാറിക്കൊണ്ടിരിക്കുക. ഒന്നാമത് ആ കാർഡ് നോക്കി ആരും തിരിച്ചറിയാൻ ഒക്കുകയില്ല. തിരിച്ചൽ കാർഡ് കണ്ടേച്ചും തിരിച്ചൽ കാർഡ് കൊടുത്ത വില്ലേജ് ഓഫീസർ രണ്ടും കൂടെ ഒരാളാണെന്ന് പിന്നെ സെയിൽ ലെറ്റർ കൊടുക്കണം വേറെ. ആ കാർഡിന് ഇടേണ്ട പേരെന്താ? തിരിച്ചറിയാ കാർഡ് എന്നാ കൊടുക്കേണ്ടത്. പേരൊന്ന് തിരിച്ചൽ കാർഡ്. അത് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ആധാറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഈ കണ്ടമാനം പൊങ്ങച്ചം തോന്നുമ്പം
ഈ കാർഡ് എടുത്ത് നോക്കണം. അപ്പം മനസ്സിലാവും ഞാൻ ഇത്രയേ ഉള്ളൂ. ചത്ത് കഴിഞ്ഞാൽ ഇരിക്കുന്ന പോലെ ആധാർ കാർഡിൽ ഇരിക്കുന്നത് കണ്ടോ. കണ്ടമാനം പൊങ്ങച്ചം നികളം കൊട്ടും കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ എന്നൊക്കെ പറയും. ഇടയ്ക്ക് ഈ കാർഡ് എടുത്ത് നോക്കണം. ഇതാണ് ഞാൻ, ഇതാണ് ഈ അതിനപ്പുറത്തൊന്നുമില്ല വലിയ പൊങ്ങച്ചം കൊണ്ട് നടക്കുന്നു. നമ്മുടെയൊക്കെ ആ പൊങ്ങച്ചം കുറയ്ക്കാനാണ് സർക്കാർ രണ്ടും കൂടെ കൊണ്ടു നടക്കുക കേട്ടാ. നമ്മൾ പണ്ട് പാസ്പോർട്ട് ജീവിതത്തിൽ കോട്ടൊക്കെ ആദ്യമായിട്ടിട്ട് നമ്മൾ അമേരിക്ക തിരിഞ്ഞു നോക്കുന്ന പോലെ അതൊക്കെ പോയി. ഇപ്പൊ ഒറിജിനൽ സംബന്ധം ലൈവായിട്ടങ്ങ് എടുക്കുക. കണ്ണുപോലും നമ്മുടെയാണെന്ന സംശയം നമുക്കിപ്പം ഐ ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ. അപ്പൊ അത് മാറി, തിരിച്ചൽ കാർഡ് മാറി, ആധാർ കാർഡ് മാറും, ഫിംഗർ പ്രിന്റ് മാറും, ഐ ടെസ്റ്റ് അതൊക്കെ മാറും. ഇനി ഇവിടെ ചിപ്പ് വരികയാണ്. ചിപ്പ് അറിയാമല്ലോ, ചിപ്പ് വരിക. അനക്കൊക്കെ ചിപ്പായി കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ നെറ്റിയിലും കൈത്തണ്ടയിലും ഒക്കെ ഈ സാധനം വരുന്നേ. അത് വെളിപ്പാട് പുസ്തകത്തുണ്ട്. നെറ്റിമേലും കൈമേലും മുദ്ര പതിക്കണമെന്ന്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ചരിത്രമുണ്ട്. ഇസ്രായേൽ അവർ ന്യായപ്രമാണത്തിന്റെ ചുരുളുകൾ, ചെറിയ തുകലുകൾ എവിടെ കെട്ടണം? നെറ്റിയിലും കയ്യിലൊക്കെ കെട്ടേണ്ടിയിരുന്നു അവര്. അതവർക്ക് ഓർമ്മസ്തംഭമാണെന്നുണ്ട്. അത് ചെയ്യാത്തവർക്ക് വരുന്ന കാലഘട്ടം കണ്ടോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഈ ചിപ്പ് ഘടിപ്പിച്ചാൽ, നിങ്ങൾ വായിച്ചു നോക്കണതൊക്കെ സിമ്പിളായിട്ട് പറയുകയാണ്, അത് വർക്ക് ചെയ്യാൻ ഒരു ചെറിയ ബാറ്ററി, അത് സൂക്ഷ്മമായ ബാറ്ററി ഉണ്ട് അതിനകത്ത്, ലിഥിയം. ഈ ബാറ്ററി അത് 6 മാസം കൂടുമ്പോൾ മാറ്റണമെന്നാ പറയുന്നേ. അല്ലെങ്കിൽ അതിനകത്ത് എന്തുവാ ആൽക്കലൈൻ ആസിഡ് ആയിരിക്കാം. അങ്ങനെ ഒരു സംഗതി ഈ പൊട്ടും, ബാറ്ററി പൊട്ടും. നമ്മുടെ ടോർച്ച് കിടക്കുന്ന ബാറ്ററി കുറച്ച് കഴിഞ്ഞാൽ പൊട്ടത്തില്ലയോ? പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലഡിൽ പടരും. പടർന്നു കഴിഞ്ഞാൽ രക്തപ്പൊണ്ണുണ്ടാകും. ഇതൊക്കെ വളരെ കൃത്യമാണ്. മാരകമായ രോഗങ്ങൾ, ആർക്കും തടയാൻ പറ്റാത്ത രോഗങ്ങൾ ലോകത്തിലുണ്ടാവും. പണ്ടൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ വല്ല കാലത്ത് ഒരാൾ RCC, ഇപ്പൊ കേരളത്തിന്റെ 14 ജില്ലകളിലും ക്യാൻസർ ആശുപത്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തടയാനാകാത്ത പ്രശ്നങ്ങളല്ലേ പ്രിയപ്പെട്ട? ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? 1 മിനിറ്റ് ആരാധിക്കാൻ പറ്റുമോ ഈ രാത്രിയിൽ? പറ്റുമോ? എന്നാ ആരാധിച്ചോളൂ. ഇതാ സംഭവം. ഈ രോഗത്തിന്റെ വൈറസ് എപ്പോഴാ വരുന്നതെന്നറിയാമോ? പനി വന്നാൽ 4 ദിവസം കഴിഞ്ഞ് പനി വെളിപ്പെട്ട് വരുള്ളൂ. ചെറിയ ചുമ, ശ്വാസതടസ്സം, അത് കുറെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രോങ്കൈറ്റീസ് ആയിട്ട് മാറും. ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിയാൽ ബ്രോങ്കൈറ്റീസ് ആയിട്ട് മാറും. ചിക്കൻ ബോക്സ് 15-ാം ദിവസമേ വെളിപ്പെട്ട് വരുള്ളൂ, അറിയാമോ? ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ അനങ്ങാതിരിക്കും. 15-ാം ദിവസമേ ഈ സാധനം വെളിപ്പെട്ട് വരുള്ളൂ, അവിടെ ഇരിക്കും അത്. അപ്പൊ ഈ ക്യാൻസർ രോഗം, അതിന്റെ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അനങ്ങാതിരിക്കും. അത് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പം അത് വെളിപ്പെട്ട് വരും. 1.5 ലക്ഷം കൗണ്ടിങ് വരും. അപ്പോഴാണ് നമ്മൾ അറിയുന്നേ. എന്റെ കൂട്ടുകാരൻ അമ്മയെ കോളേജിനെ കൊണ്ട് പറഞ്ഞു, 1 ആഴ്ച കൊണ്ട് മരിക്കും. തല മുഴുവൻ പഴുത്തിരിക്കുക, അറിഞ്ഞില്ല. ചെറിയ തലവേദന വന്നപ്പോഴാ അറിയുന്നേ. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എനിക്ക് സമയമില്ല. എന്തെങ്കിലും ലോകത്തിന്റെ വൈറസ് കയറി അറിയത്തില്ല നമ്മൾ. വൈറസ് എവിടെ ഇരിക്കുന്നതല്ല അറിയാമോ? എല്ലിനകത്ത്, മജ്ജയ്ക്കകത്ത്, ബ്ലഡിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാകുന്നുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നും നമുക്ക് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലിനകത്ത്, മജ്ജയ്ക്കകത്ത്, ബ്ലഡിനകത്ത്. ശരിയാണോ? അതുകൊണ്ടല്ലേ ഇതൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നേ. അപ്പോ രോഗത്തിന്റെ വൈറസുകൾ ഇരിക്കുന്ന ഈ 3 സ്ഥലങ്ങളിലാ. ഇനി വചനം പറയാൻ പോവാ, ആരാധിച്ചോളണം കേട്ടോ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവാഴ്ത്തലയുള്ള, ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, പിന്നെ പ്രാണനെ, അടുത്തത് ആത്മാവിനെ, അടുത്തത് സന്ധിമജ്ജകളെ. ഒന്ന് നോക്കിയേ, കണ്ണൂർ നോക്കിക്കേ. അതുങ്ങൾ എന്ത് ചെയ്യും? വേറ് വിടുവിക്കും വരെ തുളച്ചെല്ലുന്നത്. സുവിശേഷത്തിന്റെ മർമ്മമല്ല ഈ പറയുന്ന, രോഗത്തോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. വചനം പ്രാണനെ മരണത്തിന് വിടുവിക്കും. വചനം കേട്ട് കഴിയുമ്പം നരകശിക്ഷാവിധി രക്ഷിക്കപ്പെടാൻ പറ്റും. ഇനി ആത്മാവിനെ എന്ത് ചെയ്യും? അവിടെ പ്രാണനെ മരണത്തിന് വിടുവിക്കും, ആത്മാവിനെ. ഇനി അടുത്തത് സന്ധിമജ്ജ. ഏതാണ്? ഒന്നുകൂടെ നോക്കി. പ്രാണനെ മരണത്തിൽ നിന്ന്, ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചത് നിങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം തോന്നുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവാഴ്ത്തല മൂർച്ചേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകൾ മാത്രം തൊടാം. അതായത് നമ്മുടെ എല്ലിനകത്തും ബ്ലഡിനകത്തും ഒക്കെ ഇരിക്കുന്ന വൈറസുകൾ. ഞാൻ തെളിച്ച് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണേ. ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ ക്യാൻസർ രോഗിയായിട്ട് മാറുമെന്നിരിക്കട്ടെ. ആ വൈറസ് ഇപ്പോൾ എവിടെ കയറി ഇരിപ്പുണ്ടാവും? ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ടാവും. മനസ്സിലായോ?
നമുക്ക് ഷുഗർ ഒറ്റ ദിവസം കൊണ്ട് വരുന്നതാണോ? അല്ലെന്നേ, കാലങ്ങൾ കൊണ്ട് വരുന്നതാ. ഒറ്റ ദിവസം കൊണ്ട് ഷുഗർ ഉണ്ടാകുന്നതല്ല. അപ്പൊ ഈ വൈറസ് കയറിയിരുന്ന് നമ്മൾ അറിയത്തില്ലെന്ന്. ഒരു സ്കാനിങ്ങിലും തെളിഞ്ഞു വരത്തില്ല. അത് കൗണ്ട് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. വെളിപ്പെട്ട് വരണമെങ്കിൽ MRI അത് വെളിപ്പെട്ട് അതുവരെ അടങ്ങിയിരിപ്പുണ്ടാവും. ഈ രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ് നമ്മളെ തളർത്തും, നമ്മളെ എഴുതി നടപ്പിക്കത്തില്ല, മാരക രോഗിയാക്കും എന്ന് വെല്ലുവിളിക്കുന്ന വൈറസ് എന്റെയോ നിങ്ങളുടെയോ ശരീരത്തിനകത്ത് ഇപ്പൊ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, സ്വത്രം അത് എല്ലിനകത്തോ ബ്ലഡിനകത്തോ മജ്ജക്കകത്തോ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വ്യാപരിക്കുന്ന സമയത്ത് സന്ധ്യമജ്ജകളെ വേർപിടിവിക്കും വരെ ഇനി ഒരല്പസമയം ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് രൂപകൾ ആശുപത്രി കൊണ്ടുപോയി നിന്റെ ആധാരം പണയം വെച്ച് സർവീസിന് ലോൺ എടുത്ത് ഒരു 10 പൈസയ്ക്ക് വകയില്ലാത്ത നമ്മളോട് 2 ലക്ഷം ഇപ്പൊ കെട്ടണമെന്നൊക്കെ പറഞ്ഞ ഗതികേട് വരാതിരിക്കാൻ ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന് രാത്രിയിൽ അത്ഭുതകരമായ രോഗസൗഖ്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ അരുളി ചെയ്തവൻ, ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും അല്പസമയം ദൈവത്തെ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. പാവം പിടിച്ച ദൈവദാസന്മാരെ, ഈ ഓഫറിംഗ് ഒക്കെ എടുത്ത് ആശുപത്രി കൊടുക്കുന്ന ഇടയാകല്ലേ എന്നാണ് എന്റെയും പ്രാർത്ഥന. ഇന്ന് രാത്രിയിൽ അവന്റെ അടിപ്പിടലുകളോ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി കാര്യം പറയാനുണ്ട്. താഴെ സമുദ്രത്തിലെ വെള്ളം ചീത്തയാകും. ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല. 4-ാമത്തെ വെള്ളം ചീത്തയാകും. ഈ നദിയിലെ വെള്ളമെല്ലാം അവിടെ ചെന്നല്ലയോ വീഴുന്നത്? നദികളിപ്പം മലിനമല്ലേ? സുന്ദരമായ നദികൾ എവിടാ ഉള്ളത്? ഒന്നുമില്ല, എല്ലാം വിഷലിപ്തമാണ്. പണ്ടത്തെ പാട്ടോർമ്മയില്ലേ? പെരിയാറേ പർവ്വത നിരയുടെ, അത് പണ്ട്. ഇപ്പം പനിനീരാണോ ഇതിലൂടെ പോകുന്നേ? ചെന്ന് നോക്ക, പനിനീരാണോന്നറിയാൻ. സ്വത്രം. കാലം മാറി, തെറ്റി വരുന്ന മഴയും പുഴയും കാലഘട്ടങ്ങൾ അതിന് കടക്കുകയാണ്. കടലിലെ വെള്ളം ചീത്തയാകും. ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ ക്ഷാമം മുട്ടുന്നു. എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. ഞാനത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒത്തിരി പറയാൻ പറ്റും. ആ പുസ്തകം കൊടുത്തിട്ട് എനിക്ക് പുസ്തകം കൊടുക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഈ പുസ്തകമാണ് ഞാൻ എഴുതിയത്. പുനരാഗമനം മുതൽ പുതിയൊരു 5 കോപ്പി വെച്ചിട്ടുണ്ട്. 3-ാമത്തെ എഡിഷൻ തീർന്നു. അതുകൊണ്ടാണ് 450 രൂപ വിലയുള്ള പുസ്തകമാണ്. ദൈവദാസന്മാർക്ക് ഈ പുസ്തകം കിട്ടിയാൽ 150 ബൈബിൾ ക്ലാസ്സുകൾ 3 കൊല്ലം സമയം പഠിപ്പിക്കാം. 3-ാമത്തെ എഡിഷൻ തീർന്നു. 4-ാമത്തെ ഇപ്പോൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വന്നാൽ തരാം. 5 ഉള്ളൂ, അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് മണിക്കൂർ പറയാൻ പറ്റും, പക്ഷെ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. 20-ഉം 21-ഉം വാക്യം വായിക്ക്. വെളിപ്പാട് ദിവസം 16, 20, 21 വായിച്ച് നിർത്തും. വായിച്ച്. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതായി, താലന്തോളം ഘനമുള്ള കല്ലായി, വലിയ ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. സാമച്ചങ്ങോട്ട് വാ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഇതിന് പാട്ടില്ലയോ? പാട്ടില്ലേ? അങ്ങോട്ട് വാ. നമുക്ക് ആ പാട്ടൊക്കെ പാടി ആരാധിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. ഇഹത്തിലെ ദുരിതങ്ങൾ. ഇവിടുന്ന് പോകാൻ താല്പര്യമുണ്ടോ? ആരും മിണ്ടുന്നില്ലേ? എന്റെ പാസ്റ്റേ ഒന്ന് പച്ച പിടിച്ച് വരിക. 2 നിലയ്ക്ക് തറക്കല്ലിട്ടിരിക്കുക. മൂത്തവള് BS നഴ്സിംഗ്, അവള് കുവൈറ്റിൽ പോയിട്ട് വേണം ഒരു മാതിരിയെങ്കിലും ജീവിക്കാൻ, ഒരു മാരുതിയെങ്കിലും മേടിക്കാൻ. എന്നാലും പാസ്റ്റർ ചങ്കിക്കുത്തുന്ന വർത്താനം പറയാതെ അല്ലേ? നടക്കേണ്ടതൊക്കെ നടന്നോട്ടെ. ഇന്ന് വരും എന്ന് കരുതി ഒരുങ്ങിയിരിക്കുക. 50 കൊല്ലത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുക. ഇതാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. അതുകൊണ്ട് മലകൾ കാണാനില്ലാതെയാകൂ. പണ്ട് നമുക്ക് മലയുണ്ട്. ഇന്ന് കാണുന്ന മല നാളെ കാണാനില്ല. അത് ഗൾഫിലായിരുന്നു പണ്ട്. മണൽക്കാറ്റടിച്ച്. ഇപ്പൊ അങ്ങനെയാണോ? അവിടെ JCB വരുന്നു, തോണ്ടിയെടുക്കുന്നു. മല കാണാനില്ല. 35% താഴെയുള്ള നെൽപ്പാടങ്ങൾ മാത്രമേ മണ്ണിട്ട് നികത്താവൂ എന്ന കേരളത്തിൽ ജിയോളജി വകുപ്പിന്റെ ഉത്തരവ് അവിടെ പൂട്ടിക്കെട്ടി കിടക്കുകയാണ്. 100-ൽ കൂടുതൽ ശതമാനം വിളവുള്ള പാടശേഖരങ്ങൾ പോലും ഇവിടെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പാടശേഖരങ്ങൾ കാണാം. ഇപ്പൊ കാണാനുണ്ടോ? ഇപ്പൊ ബഹുമന്ദിരങ്ങൾ കാണാം. നല്ല കാറ്റ് കിട്ടാനുണ്ടോ? കിട്ടാനില്ല. ദ്വീപുകൾ കാണാതായി. അങ്ങനെയല്ലേ മോളെ?
അതെ, ഇനി അടച്ചോ, സമാധാനമാവട്ടെ. രക്ഷപ്പെട്ടു കൊച്ചു. കണ്ടോ, ദ്വീപുകൾ കാണാതായി. ഏതാ ദ്വീപുകൾ? ഈ ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമലകൾ ഉരുകുന്നതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇവിടെ 7 മടങ്ങ് ചൂട് വർദ്ധിക്കുമ്പോൾ എന്താ 7 മടങ്ങ് ചൂട് വർദ്ധിക്കുന്നത്? അതൊക്കെ പറഞ്ഞു വെക്കാൻ നേരമില്ല. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞു തീച്ചൂള 7 മടങ്ങ്. പാവപ്പെട്ട ഉപദേശിമാരുടെ തലയ്ക്ക് വില പറയാൻ ഇവിടെ ആൾക്കാരുള്ളൂ. 5 വർഷം കൊണ്ട് 538 പേരെ ശിരസർത്ത് വീണ നാടാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ യോഗം മാത്രം 10 മിനിറ്റ് വൈകിയാൽ നിർത്തിടാന്ന് പറഞ്ഞ ഇവിടെ ആളുണ്ട്. നമുക്ക് മാത്രം പല തടസ്സങ്ങളുണ്ട്. നിങ്ങൾ ഓർത്തോ, സുവിശേഷത്തിന് ഞങ്ങളല്ല അതിന് പ്രതികാരം ചെയ്യാൻ വരുന്നത്. ദൈവമായ കർത്താവാണ് എഴുന്നേൽക്കുന്നത്. പണ്ടത്തെ രാജാക്കന്മാർക്ക് ദൈവത്തെ ആരാധിക്കാത്തതിന്റെ പേരിൽ 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവരാ തീച്ചൂളയിലേക്ക് പോയി. ഓർത്തോളം കാലം കരുതി വെച്ചിട്ടുണ്ട് പലത്. ആ ദൈവം നമ്മളിവിടെ 7 മടങ്ങ് തീച്ചൂള ലോകത്തിൽ മൊത്തം വരുത്തുമെന്ന്. സ്വോത്രം സ്വോത്രം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആർട്ടിക് അന്റാർട്ടിക് മഞ്ഞുമലകൾ ഉരുകും. 12000 വർഷം പഴക്കമുള്ള കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ ശിലകൾ, അത് മുകളഭാഗം ഉരുകി ശിലകൾ കാണായി വന്ന് എത്രയോ കൊല്ലം പോകുന്ന വാർത്തയാ ഇല്ലേ? സഖാവ് EP ജയരാജൻ അടക്കമുള്ള പ്രസംഗിച്ചതിന് ഓർക്കുന്നുണ്ട്. പെൻഗിൻ, ഹിമക്കരടികൾ കാണാനുണ്ടോ? മഞ്ഞ് കാലാവസ്ഥ ജീവിക്കുന്ന പക്ഷിമൃഗാദികളെ കാണാനുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ ചെല്ലണം. അങ്ങനെ ഇവിടെ ഇതൊക്കെ ഉരുകിയാൽ ഓസോൺ പാളിക്ക് വിള്ളൽ 82-ൽ ഉത്തരധ്രുവത്തിൽ, 87-ൽ, 89-ൽ ദക്ഷിണധ്രുവത്തിൽ 2.5% അന്റാർട്ടിക്കയുടെ മുകൾ ഭാഗത്ത് വിള്ളലുണ്ടായി. അതാണ് ഇങ്ങോട്ട് വരുന്നത് സാധനം. വന്നാൽ ത്വക്ക് ക്യാൻസർ ഉണ്ടാകും, ചൂട് വർദ്ധിക്കും, മഞ്ഞുമല ഉരുകും, സമുദ്രത്തിന്റെ ജലനിരപ്പ് 6.5 അടി ഉയരും. ഞങ്ങൾ താമസിക്കുന്ന കൊച്ചിപ്പട്ടണം സമുദ്രനിരപ്പിൽ നിന്ന് നിലവിൽ 2.5 അടി താഴ്ചയാണ്. 6-നും 2.5-യും 9 അടി വെള്ളം അവിടെ പൊങ്ങും. മെട്രോപൊളിറ്റൻ സിറ്റിയാ, പക്ഷെ സംഗതി പൊങ്ങും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഉയർന്നു പൊങ്ങി താഴുമ്പോൾ വെളിപ്പാട് പുസ്തകം മുകളിലേക്ക് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്നാണെന്നറിയാമോ? ഇളകി മറിയുന്ന ആർത്തിരമ്പുന്ന വിശറൻ കാറ്റിൽ വീശിയടിക്കുന്ന മെഡിറ്ററേനിയൻ കടലിലെ ഓളങ്ങളും തിരമാലകളും അല്ല കണ്ടത്. മുകളിൽ നോക്കിയപ്പോൾ ആനന്ദം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇന്ന് രാത്രി ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ വിശ്വാസത്തോടെ മുകളിലേക്ക് നോക്കിയാൽ AD 90 കാലഘട്ടം മുതൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ വെമ്പി നിൽക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമുണ്ട്. ആ പേര് നിങ്ങൾ കണ്ടോ? സിനിമ പേരല്ലത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊരു പുതിയ വീട് വെച്ചു, സപ്പോസ് പുതിയ വീട് വെച്ചു, വലുതോ ചെറുതോ ആകട്ടെ. ഞാൻ പഴയ TV അതിനകത്ത് വെക്കുവോ? വെക്കത്തില്ല. പഴയ വക്ക് ചിളങ്ങിയ അലൂമിനിയം കലം വെക്കുവോ? വെക്കത്തില്ല. അതൊക്കെ അടുക്കള വശത്ത് കാണും. വീട് കാണാൻ വരുന്നവരെല്ലാം പുതിയ തരുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നേ. കിട്ടുകയും ചെയ്യും. ഇപ്പോഴത്തെ കിട്ടിലൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇന്നാളെ ഒരുത്തൻ ക്ലോക്കിന്റെ കട തുടങ്ങി. ഞാൻ പറഞ്ഞു, വീട് പ്രവേശനം നടത്താൻ പോയതാ ക്ലോക്കിന്റെ കട തുടങ്ങാൻ. എല്ലാം കൊണ്ടുവന്ന് ക്ലോക്കാ കട തുടങ്ങി. ഒരു കൊച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു 250 രൂപ കാണാൻ പറ്റും. എല്ലാവരും 150 ഉടുപ്പും തമ്പുരാന്. ആ കാശം കൊടുത്ത് ചെയ്യുന്ന കുഴപ്പം. ആക്കാ പോട്ടെ, പ്രസംഗം തീരാറായി. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ വീട്ടിൽ പഴയ ഫ്രിഡ്ജ് വെക്കുവോ? പഴയ ഒടിഞ്ഞ കാലുള്ള കസേര, കട്ടില്, പഴയ TV വല്ലതും വെക്കുവോ? ഒക്കെ അടുക്കള വശത്താ. എന്ത് മനസ്സിലായി? പുതിയ വീട് വെച്ചാൽ പുതിയ സാധനങ്ങളല്ലേ വെക്കുന്നത്. എഴുമറ്റൂർ ദേശനിവാസികളെ, തമ്പുരാൻ ഒരുക്കുന്ന പുതിയ വീട് ഇവിടുത്തെ മെറ്റീരിയൽ കൊണ്ടല്ല, ഈ ഭൂമിയിലെ യാതൊരു സാധനങ്ങൾ കൊണ്ടല്ല. 5 വീടുകളുണ്ട്. ഇസ്രായേൽ വീടാണ്, ദൈവസഭ 2ാമത്തെ വീട്, ശരീരം 3ാമത്തെ വീട്, താമസിക്കുന്ന 4ാമത്തെ വീട്. 4 വീടും ഭൂമിയിലാണ്. 1ാമത്തെ വീട് ഇസ്രായേൽ 70-ൽ തകർന്നു. ദൈവസഭയാകുന്ന വീട് കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടും. ശരീരമാകുന്ന വീട് 70-80 ആകുമ്പോൾ ഭൂമിയിലേക്ക് ചേരും. നമ്മൾ കൈകൾ കൊണ്ട് പണിത വീട് കാലപ്പഴക്കത്താൽ ജീർണിക്കും. 4 വീടും ഭൂമിയിൽ നിന്നുള്ള മെറ്റീരിയലാണ്. അത് ഭൂമിയിലേക്ക് ചേരുമെന്ന് കണ്ട കർത്താവ് 5ാമത്തെ വീട് ഭൂമിയിലുള്ള മെറ്റീരിയൽ കൊണ്ടല്ല പണിതത്.
അതിലേക്ക് കയറണമെങ്കിൽ വീട്ടിൽ പുതിയ ഗ്രഹോപകരണങ്ങളാണെങ്കിൽ ആ പുതിയ വീട്ടിൽ കയറാൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ, പഴയ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കാതെ, യേശുവിനെ സ്വീകരിക്കാതെ, കാൽവരുടെ ചുവട്ടിൽ വരാതെ, പാപങ്ങൾ ഏറ്റു പറയാതെ, മാനസാന്തരപ്പെടാതെ, രക്ഷിക്കപ്പെടാതെ, വീണ്ടും ജനിക്കാതെ, പുതിയ സൃഷ്ടിയാകാതെ യേശു ഒരുക്കുന്ന പുതിയ വീട്ടിൽ കയറാൻ ഒക്കില്ല. ഞാനിവിടെ അവസാനിപ്പിച്ചോട്ടെ. ഇന്ന് രാത്രി ഇളകുന്ന രാജ്യം അല്ല, അടയാളങ്ങൾ. കാലങ്ങൾ കൊണ്ട് ഒരു വലിയ വടവൃക്ഷം വെട്ടിമറിക്കുന്ന വെട്ടുകാരനോട് പക്ഷി ചോദിച്ച പക്ഷി പറഞ്ഞൊരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോ കൊത്തുമ്പോൾ ഇലകൾ അനങ്ങുന്നു, കൂടനങ്ങുന്നു. മരം വെട്ടുകാരൻ ചോദിച്ചു, പക്ഷി നീ എന്താ പാട്ട് പാടുന്നത്? കാലം എത്രയായിട്ടും കാലങ്ങൾ കൊണ്ട് നീ കെട്ടിപ്പൊക്കിയ കൂട് അനങ്ങുന്നില്ലേ? നീ ആശ്രയിച്ച ചില്ലകൾ ഇളകുന്നില്ലേ? ഞാൻ അവസാനത്തെ കൊത്തും കൊത്തട്ടെ. പക്ഷി പറഞ്ഞ മറുപടി കേൾക്കണം. ഇടപെട്ടക്കാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, താങ്കൾ ഡ്യൂട്ടി ചെയ്തോളൂ, അവസാനത്തെ കൊത്തും കൊത്തിക്കോളൂ. നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂട്ടം വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഇവിടെ തലതല്ലി വീഴട്ടെ. ഞാൻ കാലങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ എന്റെ കൂടെ ഇവിടെ ചിതറിപ്പോകട്ടെ. പക്ഷേ ദൈവം എനിക്ക് 2 ചിറകുകൾ തന്നിട്ടുണ്ട്. ആ 2 ചിറകുകൾ ഉപയോഗിച്ച് അനന്തവികായസിലേക്ക് ഞാൻ പറന്നുയരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമ്പോൾ, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയുമ്പോൾ, സുഹൃത്തെ, താങ്കൾ പണിതിരിക്കുന്ന ഈ വീട് ഇളകി മാറുമ്പോൾ, കിടുകിട കീറുമ്പോൾ, പൊടുപുട പൊട്ടുമ്പോൾ, വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും 2 ചിറകടിച്ച് ഞാൻ ഇന്ന് രാത്രി മരിച്ചാലും എന്റെ യേശുവിനോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുന്നവരെ കരമടിച്ചും രാത്രി ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഇതാ അതിന്റെ വരവിനും അതേ അടയാളം എന്താ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. എന്തിനാ പിടിച്ചെന്നറിയാമോ? എഴുമറ്റൂർ ദേശനിവാസികളെ, യോഗം തീരാൻ പോവുക. എന്തിനാ കൈക്ക് പിടിച്ചെന്നറിയാമോ? 4 കാരണങ്ങൾ. 1, നാശം നിശ്ചയമാണ്. 2, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. 3, സമയം വളരെ കുറവാണ്. 4, ഇതല്ലാതെ വേറെ ദൈവത്തിന് മാർഗമില്ല. നാളുകളായി ഇവിടെ മാത്രം ഒട്ടിപ്പിടിച്ചും പറ്റിപ്പിടിച്ചും ജീവിക്കുന്നവരെ, ഈ പാവപ്പെട്ട സഹോദരന്മാർ നടത്തുന്ന ഈ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ദൂത് പറയുവാൻ വന്ന ഞങ്ങൾ ആത്മീയമായി ഉറങ്ങുന്നതിന്റെ കയ്യെ പിടിച്ചിട്ട് പറയാണ്, 1ാമത്തെ ദൂത്, ഇത് നാശപട്ടണമാണ്. എഴുമറ്റൂർ അടക്കം ഇത് ഇളകി മാറും. ഒരു സ്ഥലവും സുരക്ഷിതത്വമുള്ളതല്ല. 2, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. ഇന്ന് രാത്രി കുരിശിന്റെ ചുവട്ടിൽ ആര് ഓടി വരും? വരാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് വരട്ടെ. 3, സമയം കുറവാണ്. നാളെ എന്ന് പറയരുത്. ഇന്ന് രാത്രി യോഗം തീരുകയാണ്. 4, ഇതല്ലാതെ വേറെ വഴിയില്ല. ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു